അമ്മയായിരുന്നു ലോകം എല്ലാം. അന്ന് അമ്മ തന്ന കളിപ്പാട്ട് ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഉണ്ട്. അമ്മ അന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിലെ എന്നെ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പറയാം, അമ്മ ഒരു ചെറിയ കാറോ ഒരു ചെറിയ ലോറിയോ ഒരു ചെറിയ ട്രാക്ടറോ എന്തെങ്കിലും ഒരു ചെറിയ, അമ്മ പറയാം ഒരു കളിപ്പാട്ടം കൊടുത്താൽ ഒരു ശല്യമില്ല, അവിടെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഗീന്ന് വണ്ടി ഓടിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നോളൂ, എണീച്ചങ്ങും പോകില്ല. ഞാൻ കൂടുതൽ സമയം അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കും. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു, എനിക്കൊരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം. പിന്നെ കൊച്ചിലെ എന്നോട് ചോദിക്കും, നിനക്ക് എന്താണ്, എനിക്ക് ട്രാക്ടർ ഓടിക്കണം. അത്രയൊക്കെ ഉള്ളായിരുന്നു സ്വപ്നങ്ങൾ. അമ്മയ്ക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ മരിക്കുന്നവരെയും ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അമ്മയ്ക്ക് യോജിക്കുന്നു. അമ്മ അപ്പോഴും പറയും, നിനക്ക് ഇതൊന്നും വേണ്ടടാ, നീ സിനിമയിൽ അഭിനയിച്ചാൽ മതി, എനിക്ക് നീ സിനിമയിൽ അഭിനയിച്ച് കാണാനാണ്. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ വന്നാൽ, സ്ട്രെസ് വന്നാൽ, അന്നേരം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉന്തി കളിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ അത് വെച്ച് കളിക്കും, അല്ലെങ്കിൽ കാർ ഓടിക്കും. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആന വീട്ടിലുണ്ടായില്ല, ചേട്ടൻ ഒരുപാട് കരഞ്ഞു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. സ്കൂളിലല്ല, ഞാൻ മന്ത്രിയായതിനു ശേഷം. അത്രയും വലുതായപ്പോഴാണോ? 2001 ശേഷം ഈ ആനയെ അച്ഛനടുത്തങ്ങ് വിറ്റു. എന്നോടുള്ള ദേഷ്യത്തിന് വിശ്വനാഥന്. എനിക്ക് തലവേദന വന്ന് ഭയങ്കര കരച്ചിലും വെള്ളവും കഴിയാൻ. അമ്മ ചൂടായി അച്ഛനോട് പറഞ്ഞ് എൻ്റെ ചെറുക്കൻ്റെ ആനയെ എടുത്ത് കൊടുത്തും ഇപ്പം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. അച്ഛൻ പറഞ്ഞ് ഞാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. പൈസ കൊടുത്ത് തിരിച്ചു കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആനയെ തിരിച്ചു വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു, പത്തനാപുരത്ത് കൊണ്ടുവന്നു. അച്ഛൻ വാങ്ങിച്ച പൈസയേക്കാൾ കൂടുതൽ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. നമ്മളൊരിക്കലും വിശ്വസിക്കാത്തൊരു അത്ഭുതം. തിരിച്ച് കൊട്ടാക്കര വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അച്ഛൻ കുറേ പഴവും ശർക്കരയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ വിളിച്ച് വാങ്ങിച്ചു കൊടുത്തു. തിന്നില്ല. വായിൽ വെച്ച് കൊടുത്തിട്ട് അത് പതുക്കെ തറയിൽ വെച്ചു. അമ്മ മരിച്ചിടത്ത് അമ്മയുടെ അസ്ഥി വെച്ചേക്കുന്നൊരു ഇടം പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ നേരെ ആന വന്നിട്ട് ഇതിൽ സലാം വയ്ക്കുകയാണ്. അതിൻ്റെ പുറകിൽ ഒരു പ്ലാവ് വെച്ചിരുന്നു. ആ പ്ലാവിൻ്റെ ഒരു ഇല പോലും അത് പറിക്കില്ല. വീട്ടിൽ ആന ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കൊച്ചായിരിക്കുമ്പോൾ 7 ആന വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആനകൾ രണ്ടും എന്നോട് ഇണക്കമുള്ള ആനകളാണ്. 2 ആന. ഞാൻ അവനെ മക്കളെ എന്ന് വിളിച്ച് അവനക്ക് അറിയാം. എൻ്റെ ദൂരെ നിന്ന് കണ്ടാൽ എന്നെ കണ്ട് അവൻ എൻ്റെ കൈ പിടിച്ചും ചിരിക്കും, ഷേക്കാൻ്റെ ഒക്കെ തരും, എന്നെ പിടിച്ച് അടുത്തോട്ട് നിർത്തും. മതപ്പാടി നിന്നാൽ പോലും എന്നെ അറിയുകയും ചെയ്യാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും വലിച്ചെറിയില്ല. പാപ്പാനെ കണ്ടാൽ വലിച്ചെറിയും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഷൂട്ടിങ്ങിൽ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ എടുക്കുകയായിരുന്നു, തുടക്കം എന്ന് സിനിമയിൽ. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഇത് നമ്മുടെ KSRTC ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വരും. അവനെ ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ പൈസ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഒരു കാര്യം, ഗുഡ് വിൽ അംബാസഡർ ആവാം, അപ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ആ KSRTC ബസ്സിൽ ഒരു പൈസയും വാങ്ങിച്ചില്ല. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പ്രിയദർശനും ഒരു പൈസയും വാങ്ങിച്ചില്ല. അവരുടെ മിഷനറി മൊത്തം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആഡ് ഷൂട്ട് ചെയ്യാൻ തന്നെ അദ്ദേഹം 6 മണിക്ക് വന്നു. 5:30 മണിക്ക് പ്രിയദർശനം എത്തി. KSRTC CMD അവിടെ പോയി കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു 2 ദിവസം. 10 മണിക്കുമ്പോൾ ആഡ് തീർത്ത് പോയി. നമ്മൾ തൊടുപുഴ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തത്. അദ്ദേഹം അവിടെ ഷൂട്ടിങ് നടക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാ ലൈറ്റും ക്യാമറയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ചെയ്തു തന്നാണ്. അത്ര കൂടി ചെയ്തു നിങ്ങൾ ആലോചിക്കും. അതിൻ്റെയും ബില്ലെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ? മോശമല്ലേ? ഞാനത് കൊടുക്കാൻ പറഞ്ഞ് MD പല പ്രാവശ്യം ആന്റണി പെരുമ്പാറിനെ വിളിക്കും. പറയാം എന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കഥ ഇടില്ല. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എന്നെ TV-യിൽ കണ്ടിട്ടുള്ള നല്ല കളറുള്ള ഷർട്ട് ഇട്ടിട്ടാണ്. ഇലക്ഷൻ മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വേഷം മാറിയാൽ ആ പറ്റിപ്പിന് ഞാൻ തയ്യാറല്ല. എന്നെ എങ്ങനെ കണ്ടോ ആ നിലയിൽ കണ്ടുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാം. ജയിച്ചു, തോറ്റാ തോറ്റു. ഇന്ന് രാവിലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ഒരു KSRTC ഒരു ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ്. ആ പറഞ്ഞു, സാർ പരിചയപ്പെടുത്താൻ ആരുമില്ല. ആ കുട്ടി പറഞ്ഞ വാക്കാണ്, ശുപാർശ ചെയ്യാൻ ആരുമില്ല, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, സാറൊന്ന് പരിഹരിച്ചാൽ. ഞാൻ അപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ച് അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. കുട്ടികൾ വന്ന് പറയുമല്ലോ, ഞങ്ങൾ അവിടെ റോഡ് ചെയ്ത് തരണം, അവിടെ ലൈറ്റ് വെച്ച് തരണം ഒക്കെ. കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എൻ്റെ വീട്ടിൽ കയറി പറഞ്ഞിട്ട് പോകും. പണ്ട് തൊട്ടേ പത്തനാപുരത്ത് ഒരു 4 വയസ്സോ 5 വയസ്സോ ഇങ്ങനെ കാണാൻ പോയി. ചെന്ന് നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചുകൊണ്ടുപോയി അതിനെ റേപ്പ് ചെയ്ത് അതിനെ കൊന്നു ഇട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വിഷമിച്ചു. ഈ കുറ്റവാളി ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു. അയാളെ പിടിക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് ഈ കളർ ഫോട്ടോ വെച്ച് ഞാൻ പോസ്റ്റ് അടിച്ചു. ആലുവയിൽ വെച്ച് അവനെ കണ്ടു. അങ്ങനെ അവനെ വിളിച്ചവിടെ ഇരുത്തി ആലുവയിൽ വെച്ച് തന്നെ പോയി. ഒരു അപ്പൂപ്പനും ഒരു കുഞ്ഞും ഒരു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ പണിക്ക് വന്ന ആൾ നോക്കിയപ്പോൾ ഇവർ ബാങ്കിൽ പോയിട്ട് പൈസ എന്തോ കൊണ്ടുവന്ന് വിവരം കിട്ടി. ആരുമില്ലാ സമയത്ത് ഈ അപ്പൂപ്പനും കുഞ്ഞും മാത്രമുള്ളപ്പോൾ അവിടെ കയറി തലയടിച്ച് പൊട്ടിച്ച് കുഞ്ഞിനെയും അച്ഛനെയും അപ്പൂപ്പനെയും കൊന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ രാത്രി ഞാനും കുത്തിയിരുന്നു. നേരം വെളുത്ത് 8-9 മണിക്ക് മുമ്പ് അവരെ തമിഴ്നാട്ടിൽ പിടിച്ചു. വെളിയത്തൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു TV കൂടെ, കുഞ്ഞിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കരുത്. കുറ്റവാളിയാണ്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങളെ പിടിക്കും, നിയമം നടക്കും. പക്ഷേ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. കുഞ്ഞിനെ ആളില്ലാത്ത സ്ഥലങ്ങളിൽ, രാത്രിയല്ലേ, ആളില്ലാത്ത സ്ഥലങ്ങൾ ഉപേക്ഷിക്കരുത്. ആളുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കും. അവർ കറക്റ്റ് കൊണ്ടുവിട്ടത് ആശ്രാമ മൈതാനത്തിൽ. എനിക്കിഷ്ടമല്ലാത്ത ആളുകൾ മരിച്ചുപോയി എന്നാണ് എൻ്റെ സങ്കല്പം. എന്നെ ദ്രോഹിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ, ആവശ്യമില്ലാത്ത ആൾക്കാരെ കുറച്ചുപേരെ ഞാൻ മറന്നു കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരാളെ സഹായിക്കാൻ പ്രയാസമാണ്, ഉപദ്രവിക്കാൻ എളുപ്പമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് കേരള ശ്രീ KV ഗണേഷ് കുമാർ. ഗണേഷ് ഏട്ടാ, ഒരുപാട് സന്തോഷം. ഇന്ന് ഗണേഷ് ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം രമ്യയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലും സന്തോഷം. അയ്യോ ഗണേഷ് ചേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ചെറുപ്പത്തിലേക്ക് അമ്മയുടെ കൊച്ചുമകൻ, അമ്മയുടെ ചെല്ലക്കുട്ടി, അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഗണേഷ് ചേട്ടൻ അല്ലേ? ഒറ്റ മകൻ, 2 ചേച്ചിമാരുടെ സ്നേഹത്തോട് ഇങ്ങനെ വളർന്നു വരുന്നു. അച്ഛൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ തിരക്കിലും ഇതിലൊക്കെ സ്വാഭാവികമായിട്ടും
പ്രത്യേകിച്ചും നമുക്ക് കാണാം ആൺകുട്ടികൾ അമ്മമാരോടായിരിക്കും കൂടുതലായിട്ട് ഒരു എഫെക്ഷൻ വരുന്നുണ്ടാവുക. അങ്ങനെ അമ്മക്കുട്ടിയായിട്ട് വളർന്നു. ചേട്ടൻ അറിഞ്ഞോ അറിയാതെയോ അമ്മയുടെ കാൽക്കുലേഷൻസും അമ്മയിലുണ്ടായിരുന്ന പല ഗുണങ്ങളുമാണ് ചേട്ടൻ ഇന്നിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് KSRTCയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് അമ്മ ചെയ്ത ഓരോ കണക്ക് കൂട്ടലുകളുമാണ് ഇന്ന് ചേട്ടന് അത് നല്ല രീതിയിലേക്ക് നമ്മുടെ KSRTCയെ കൊണ്ടുവരാൻ പറ്റിയതെന്നൊക്കെ അല്ലേ. അന്ന് ആ അമ്മക്കുട്ടിയായിട്ട് വളർന്നിരുന്ന ഗണേഷ് എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താവാനായിരുന്നു അന്ന് ആഗ്രഹം? ഒരിക്കലും താങ്കളെ പൊളിറ്റിക്സ് ഒന്നും അട്രാക്ട് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കൊരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വിമാനം പറത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിലെ എന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്താണ്, എനിക്ക് ട്രാക്ടർ ഓടിക്കണം, ട്രാക്ടർ ഡ്രൈവർ ആവണമെന്നായിരുന്നു പറഞ്ഞത്. അത്രയൊക്കെ ഉള്ളായിരുന്നു സ്വപ്നങ്ങൾ. എന്നാലും എവിടെ പോയാലും വണ്ടി ഡ്രൈവിംഗ് വണ്ടി ഡ്രൈവിംഗ് ഉണ്ട്. കൊച്ചിലെ തന്നെ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പറയാം, അമ്മ ഒരു ചെറിയ കാറോ ഒരു ചെറിയ ലോറിയോ ഒരു ചെറിയ ട്രാക്ടറോ എന്തെങ്കിലും ഒരു ചെറിയ, അപ്പോൾ ഈ മെറ്റലിലുള്ള ഡൈകാസ്റ്റിലുള്ള കാറുകൾ, ചെറിയ കാർ, അമ്മ അന്ന് നല്ല വിലയാണ് ഇതിന്. അപ്പോൾ അന്ന് ഈ ഒരു ചായക്ക് പോലും വില കുറവുള്ള സ്ഥലമേ. അപ്പോൾ അമ്മ ഇത് ഡൽഹിയിലൊക്കെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ നിന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരും. ഇതിനെ ഇങ്ങനെ വെച്ച് ഇതിനെ പെയിൻറ്റ് മാറ്റി അങ്ങനെ പല വേലകളും ചെയ്ത് ഇങ്ങനെ ഞാൻ അത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അമ്മ പറയും ഒരു കളിപ്പാട്ടം കൊടുത്താൽ ഒരു ശല്യവും ഇല്ല, അവിടെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കീന്ന് വണ്ടി ഓടിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നോളൂ, എണീച്ചങ്ങും പോവില്ല. പിന്നെ കൂടുതൽ സമയം അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കും. ഈ സൂര്യനെ ഈ ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നു എന്ന് പറയുന്ന പോലെ അമ്മയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അമ്മയായിരുന്നു ലോകം എല്ലാം. അന്ന് അമ്മ തന്ന കളിപ്പാട്ട് ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവോ? അതുകൊണ്ട് ചിലതൊക്കെ ഉണ്ട്. അമ്മ അന്ന് വാങ്ങിച്ചുകൊണ്ടൊരു കാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. ഇന്നും എനിക്കിത് ചേട്ടൻ്റെ ഇത്രയും ഇതായിട്ട് ഇന്നും എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ വന്നാൽ, സ്ട്രെസ് വന്നാൽ, അന്നേരം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉന്തി കളിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ അത് വെച്ച് കളിക്കും, അല്ലെങ്കിൽ കാർ ഓടിക്കും. ഈ രണ്ട് കാര്യങ്ങൾ. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ സ്വന്തം കാർ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ആണോ? എത്ര ദൂരം വേണമെങ്കിലും പോകും. ഞാൻ 2001 MLA ആകുമ്പോഴാണ് ആദ്യം ഡ്രൈവറെ വയ്ക്കുന്നത്. അതുവരെ ജീവിതത്തിൽ ഡ്രൈവറെ വെച്ചിട്ടേ ഇല്ല, ഞാൻ തന്നെയാണ് ഓടിച്ചത്. ഞാൻ ഇപ്പോഴും എനിക്ക് നല്ല ടെൻഷനുള്ള സമയമാണെങ്കിൽ ഞാൻ സ്വന്തം കാർ എടുത്തിട്ട് സ്റ്റേറ്റ് കാറങ്ങ് മാറ്റിയിട്ടിട്ട് എൻ്റെ സ്വന്തം കാറിൽ ഞാൻ, അവർ പുറകെ വരാൻ പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം വരെയൊക്കെ തനിച്ച് ഓടിച്ചു പോകും. ഞാൻ മാത്രം വണ്ടിയിലിരുന്നിട്ട് പാട്ട് വയ്ക്കും. പാട്ട് വെച്ചാൽ പാട്ട് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ തനിച്ച് വളരെ സ്ലോ ആയിട്ട് വലിയ സ്പീഡിലൊന്നും പോകില്ല, ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകും. സ്റ്റേറ്റ് കാർ കുറേ വരും, പക്ഷെ ഞാനിത് ഓടിച്ചങ്ങ് പോകും. കാരണം വെച്ചാൽ എനിക്ക് അത് ചെന്ന നല്ല മൈൻഡ് നല്ല സുഖമാകും. അല്ലെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കളിച്ചോണ്ട് പോകും. സമയം ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ കാറങ്ങ് ഓടിച്ചാൽ കാർ ഓടുകയും ചെയ്യും, ഒറ്റയ്ക്കാണ് പോകും. ഗൺമാനെ അടക്കം മറ്റേ കാറ് കയറ്റും. എന്നിട്ട് ഈ കാറിൽ ഞാൻ പാട്ട് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക്. പക്ഷെ സാധാരണ ആൾക്കാർ പറയും സ്ട്രെസ് ഉള്ള സമയത്ത് വണ്ടി അധികം എടുക്കരുത്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, കയ്യിൽ നിന്ന് പോവും വണ്ടി എന്നൊക്കെ പറയും. എനിക്ക് തിരിച്ചാണ്. കാരണം ഞാൻ ഓടിച്ചു തുടങ്ങിയാൽ പിന്നെ ഞാൻ അതിൽ ശ്രദ്ധിക്കും, മറ്റതെല്ലാം മറക്കുകയും ചെയ്യും. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിച്ചു പോകും ഞാൻ. അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ക്ലീനാണ്. ഇതുപോലെ വണ്ടി ഭ്രാന്ത് ഉള്ള പോലെ തന്നെ വേറൊന്ന് കേട്ടിരിക്കുന്നത് ആനഭ്രാന്താണ്. അത് തന്നെയാണ് ആന വണ്ടിയിലേക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ ഓരോ തലവര എന്നൊക്കെ പറയുന്ന പോലെ ഈ വണ്ടിയും ആനയും ക്ലബ്, അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടൊക്കെ ചേട്ടൻ്റെ എന്താ പറയാ ജാതകത്തിൽ എഴുതി വെക്കാന്ന് പറയില്ലേ, ആന വണ്ടിയുടെ മിനിസ്റ്ററായിട്ട് തന്നെ നിൽക്കുക. അതിൽ കുറേ മാജിക്കലായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്ത് ബ്യൂട്ടിഫുൾ. ഇത് ചേട്ടൻ തന്നെ ഇതൊക്കെ ആക്സിഡന്റലി വന്നതാണോ, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? ഈ ആനയുള്ള സ്നേഹം കൊച്ചിലേ ഉണ്ട്, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു ആനയെ. വീട്ടിൽ ആന ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കൊച്ചായിരിക്കുമ്പോൾ 7 ആന വരെ ഉണ്ടായിരുന്നു. 7 ആന ഉണ്ടായിരുന്നു. അമ്മയുടെ ഫാദറിലെ പോലെ ഞാനൊരു ആനപ്രാന്തനായിരുന്നു, അദ്ദേഹം ആനപ്രാന്തനായിരുന്നു, അതുപോലെ ഞാനൊരു ആനപ്രാന്തനായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആനയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മൂമ്മയോട് പറയും, അമ്മൂമ്മ ആനയെ വരുത്തു എന്ന് പറയും. ആന വരും, ആന അമ്മൂമ്മ പറയും ഒരാളുണ്ട്, ഒരു അവിടെ കാര്യസ്ഥനുണ്ട്, പോയി ആനയെ വിളിച്ചുകൊണ്ട് കൊച്ചിനൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ആനയെ കൊണ്ടുവരും, കൊണ്ടുവരുന്നതാണ്. അപ്പം നടന്നു വന്നു കഴിയുമ്പോൾ ആന താഴെ നിന്ന് വരുമ്പോൾ ചങ്ങല വിൽക്കാൻ കേൾക്കുമ്പോഴേ ഞാൻ കട്ടിലിടിയിൽ കയറും. എനിക്ക് ഭയങ്കര പേടിയാണ് ആനയെ. അടുത്ത് പോയി നിൽക്കൂല. അന്ന് പോവില്ല, ഇപ്പൊ പോവും. ഇപ്പോഴുള്ള ആനകൾ രണ്ടും എന്നോട് ഇണക്കമുള്ള ആനകളാണ്. 2 ആനകൾ. ഞാൻ അവനെ മക്കളെ എന്ന് വിളിച്ചാൽ അവനക്ക് അറിയാം. എൻ്റെ ദൂരെ നിന്ന് കണ്ടാൽ എന്നെ കണ്ട് അവൻ എൻ്റെ കൈ പിടിച്ചും ജരിക്കും, ഷേക്കാൻ്റെയൊക്കെ തരും, എന്നെ പിടിച്ച് അടുത്തോട്ട് നിർത്തും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശീലങ്ങളുണ്ട്. അവൻ ഇവിടെ നിന്ന് നീ മതപ്പാടി നിന്നാൽ പോലും എന്നെ അറിയുകയും ചെയ്യാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും വലിച്ചെറിയില്ല. പാപ്പാനെ കണ്ടാൽ വലിച്ചെറിയും, പക്ഷേ ഞാൻ നിൽക്കുകയാണെങ്കിൽ എറിയില്ല, ഞാൻ മാറി അപ്പോൾ എറിയും. ഞാൻ ആഹാരം കൊടുത്താൽ വാങ്ങിച്ചു വയ്ക്കും, തിന്നത്തില്ല. പക്ഷേ എന്നാലും മതപ്പാട് നിൽക്കുമ്പം ഞാൻ കൊടുത്താൽ വാങ്ങാൻ കയ്യിൽ വാങ്ങിയിട്ട് താഴെ വയ്ക്കും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ നിർബന്ധിക്കും, എടുത്ത് കഴിക്കും മക്കളെ എന്ന് പറയുമ്പോൾ അവന് വേണ്ടാത്തതുകൊണ്ട് അതിനെടുത്ത് ദൂരോട്ട് ഇട്ട് തരും. വലിച്ചെറിയൊന്നുമില്ല, അതിനെടുത്ത് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി വെച്ച് തരും. അത്രയ്ക്ക് അറിയാൻ. ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങിക്കും, എന്നെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കും, പക്ഷെ തിന്നില്ല, കാരണം അതിന് ടേസ്റ്റ് ഇല്ല.
അപ്പോൾ അത് കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അവിടെ താഴെ വയ്ക്കും. വീണ്ടും വീണ്ടും അത് എടുത്ത് തിന്നു ഞാൻ പറഞ്ഞാൽ ഇവന് വേണ്ട. അതുകൊണ്ട് അവനെ കൊണ്ടുവന്ന് എടുത്ത് നമ്മുടെ മുമ്പിലോട്ട് മാറ്റി വെച്ച് തരും. അല്ല എടുത്ത് എൻ്റെ ഒരു എറിയ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങോട്ട് മാറ്റി വെച്ച് നിന്നിട്ട് അനങ്ങാതിരിക്കും. ഇപ്പൊ രണ്ടുപേരാണ്. പേര് വിശ്വനാഥനും ശ്രീകണ്ഠനും. ഓക്കെ. അപ്പൊ ഈ പേടി എന്നാ മാറിയത്? ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു കുട്ടിയുടെ പേടി മാറിയത് എങ്ങനെയാണ്? പേടി കുറേശ്ശെ മാറി. പിന്നെ കുച്ചാന വന്നു. വിശ്വനാഥനൊക്കെ വരുമ്പോഴത്തേക്കും എന്നോളം പൊക്കമേ ഉള്ളൂ അന്ന്. അപ്പം അങ്ങനെ കുഞ്ഞാന വന്നപ്പോഴത്തേക്കും ഈ കുഞ്ഞാനയുമായിട്ട് അടുത്ത് ഇടപെടുന്നു. അങ്ങനെ അയ്യപ്പൻ എന്നൊരാനയുണ്ട്. ആ 2 ആനകളുമായിട്ട് ഇങ്ങനെ ഇണങ്ങി വന്നു. ഈ ശ്രീകണ്ഠനുമായിട്ടും വളരെ ഇണക്കമുള്ള ആനയായിരുന്നു കൊണ്ടുവരുന്ന സമയത്ത്. ഇപ്പം ഇണക്കമൊക്കെ ഇച്ചിരി കുറവുണ്ട്. എന്നാലും അന്ന് ഭയങ്കര ഇണക്കമായിരുന്നു. നമ്മൾ അഴിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു. വീട്ടിൻ്റെ മുറ്റത്ത് പറമ്പിൽ നിന്ന് അഴിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോകാൻ തിരിച്ച് പറമ്പിൽ കൊണ്ട് കെട്ടിയൊക്കെ ചെയ്തു. ഈ ശ്രീകണ്ഠനെ വളരെ ട്രെയിൻഡ് എലിഫൻ്റ് ആയിരുന്നത് അന്ന് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിലെ ആരാണ് ചേട്ടൻ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആന വീട്ടിലുണ്ടായില്ല, ചേട്ടൻ ഒരുപാട് കരഞ്ഞു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്? സ്കൂളിലല്ല, ഞാൻ മന്ത്രിയായതിനു ശേഷം 2001 ശേഷം ഈ ആനയെ അച്ഛനടുത്ത് അങ്ങ് വിറ്റു. എന്നോടുള്ള ദേഷ്യത്തിന് വിശ്വനാഥനെ. അവസാനം ഒരു അമ്പല കമ്മിറ്റിക്കാർക്ക് വിറ്റു. ഞാൻ അവിടെ പോയി. പക്ഷെ ആന എൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അമ്മ അങ്ങോട്ട് എനിക്ക് തലവേദന വന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞാൽ അമ്മ അങ്ങ് ചൂടാവും. അമ്മ ചൂടായി അച്ഛനോട് പറഞ്ഞ് എൻ്റെ ചെറുക്കൻ്റെ ആനയെ എടുത്ത് കൊടുത്തും ഇപ്പം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പം അച്ഛൻ പറഞ്ഞ് ഞാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പൈസ കൊണ്ട് കൊടുത്ത് തിരിച്ചു കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആനയെ തിരിച്ചു വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു. പത്തനാപുരത്ത് കൊണ്ടുവന്നു. പിന്നീട് ആന പത്തനാപുരത്ത് തന്നെയായിരുന്നു. അന്ന് ഇതിനെ കൊണ്ടുവന്ന് അതിന് ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക, അച്ഛൻ ആനയെ കൊടുത്തല്ലോ. നമ്മളൊരിക്കലും വിശ്വസിക്കാത്തൊരു അത്ഭുതമുണ്ട്. അപ്പം അച്ഛൻ ആനയെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ആനയെ തിരിച്ചു കൊണ്ടുപോകും. ഞാൻ അവർക്ക് കുറച്ചുകൂടി നഷ്ടപരിഹാരം കൊടുത്ത് അച്ഛൻ വാങ്ങിച്ച പൈസയേക്കാൾ കൂടുതൽ പൈസ ഞാൻ അവർക്ക് കൊടുത്ത്. അപ്പോൾ ആനയെ കാണാൻ ചെല്ലുമ്പോൾ ആന എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് മൂത്രം ഒഴിച്ചു, തുമ്പിക്ക് സലാം വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് സാറ് കൊണ്ടുപോകേണ്ടതാണ്, സാറിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. ഇരുട്ടത്താണ് കാണുന്നത്. കൊടുങ്ങല്ലൂർ ഒരു അമ്പലത്തിൽ വെച്ചാണ് ഇത് കാണുന്നത്. ആന ഉണ്ടാവുന്നത്. പൈസ എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ഈ ആനയെ ഒന്ന് കാണാൻ പോയി. അവർ പൈസ എല്ലാം തിരിച്ചു കൊടുത്ത് അവരുമായിട്ട് എഗ്രിമെൻ്റൊക്കെ ആയി ആനയെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അവരൊന്നുകൊണ്ട് ബുക്കിംഗ് എടുത്തിരുന്നു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു വിഷുവിൻ്റെ അന്നാണ് ഇവിടെ തിരിച്ചു കൊണ്ടിരുന്നത്. ഇവനെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു. അങ്ങനെ ഇവിടെ വീടുമായിട്ടും ഈ പത്തനാപുരത്തുകാരുമായിട്ട് ഇണങ്ങി. പത്തനാപുരത്ത് വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കും. ഒരാൾ വന്നാലും ഉപദ്രവിക്കില്ല. അതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ സ്ത്രീകളൊക്കെ നടന്നു പോകും, കൈ നീട്ടും, ഇവൻ തൊട്ട് നോക്കും. ധൈര്യമുള്ള ചില സ്ത്രീകളുണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവർ, അവരൊക്കെ കൈ നീട്ടും, അമ്മമാരൊക്കെ. അപ്പോൾ അവൻ കയ്യിൽ തൊടും. കൊച്ചു പിള്ളേർ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും, ഒന്നും ചെയ്യില്ല. അവരങ്ങനെ ആളുകളെ ഓടിക്കുകയും ഉപദ്രവിക്കുകയും ഒന്നും ചെയ്യില്ല. അവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ നമ്മളെ പേടിക്കണം. കാരണം വെച്ചാൽ നമ്മളെ പരിചയമില്ലാത്തവരെ പിടിച്ചാൽ ചിലപ്പം ഞെരിച്ചളയും കൈ. അപ്പോൾ അതുകൊണ്ട് മണപ്പിച്ചൊക്കെ നോക്കും, മുട്ടായി വല്ലതും ഉണ്ടോ നോക്കുന്നതാണ് ആൾക്കാർ. കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് ചെന്നാൽ നോക്കും. ഇതിന് ഏറ്റവും വലിയൊരു തമാശ, ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ട്. അതൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. ആന പറഞ്ഞാൽ വിശ്വസിക്കില്ല. 2 കാര്യങ്ങൾ. ഈ ആന, ഈ വിശ്വാസ ആനയ്ക്ക് ഭയങ്കര അറിവാണ്. ഈ ആന അച്ഛൻ വിറ്റല്ലോ. അച്ഛൻ വിറ്റ് കൊണ്ടുപോയി. എന്തുകൊണ്ടാണെന്നല്ല, അത് തിരിച്ച് കൊട്ടാരക്കര വീട്ടിൽ കൊണ്ടുപോയാലും അച്ഛൻ കുറേ പഴവും ശർക്കരയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ വിളിച്ച് വാങ്ങിച്ചു കൊടുത്തു. തിന്നില്ല. വായിൽ വെച്ച് കൊടുത്തിട്ട് അത് പതുക്കെ തറയിൽ വെച്ചു. അവൻ്റെ പ്രതിഷേധം അവൻ കാണിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇതുപോലെ സംഭവം നടന്നു. അമ്മ മരിച്ചിടത്ത് അമ്മയുടെ അസ്ഥി വെച്ചേക്കുന്നൊരു ചെറിയൊരു ഇങ്ങനൊരു പീഠം പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് 1 വർഷം അവിടെ സൂക്ഷിച്ച് വിളക്ക് കത്തിച്ചിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ നേരെ ആന വന്നിട്ട് ഇതിൽ സലാം വയ്യാണ്. അതിൻ്റെ പുറകിൽ ഒരു പ്ലാവ് വെച്ചിരുന്നു. ആ പ്ലാവിൻ്റെ ഒരു ഇല പോലും അത് പറിക്കില്ല. ഈ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് ഈ ആന കയറി വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ സാധനം കണ്ടിട്ട് അവിടെ സലാം വെച്ചു ആന. അത് ആൾക്കാരെ അത്ഭുതപ്പെടുത്തി. കണ്ടു നിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അത് ആരും ഒന്നും പറഞ്ഞില്ല. ആനക്കാരനെങ്കിൽ വിട്ട് വീട്ടിലോട്ട് ലോറിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നേരെ വീട്ടിനകത്തേക്കും വരും. കൊച്ചിലേ ഉള്ള 2 ആനയും. അങ്ങനെ വന്ന ആന ആദ്യം വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നങ്ങ് സലാം വെച്ചു. അത് ഭയങ്കര ഈ കൊടുത്തിട്ട് കഴിച്ചില്ല എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അച്ഛൻ പോലും പിന്നെ അച്ഛൻ കൊടുക്കുമ്പോൾ കഴിക്കും. ആ ഒരു പ്രാവശ്യം പിണക്കം അത് കൊണ്ടുപോയി അതിന് മനസ്സിലായി തോന്നുന്നു. കാരണം അച്ഛനാണ് കൊടുത്തതെന്ന് മനസ്സിലായി. തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അച്ഛൻ പഴവും ശർക്കരയെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം കൂടെ കൊടുത്തു, വാങ്ങിച്ചു, വായി വെച്ചിട്ട് തിരിച്ചെടുത്ത് താഴെ വെച്ചു. കഴിച്ചില്ല. ഒരു വിധത്തിൽ ആന മാവർക്കത്തില്ല. അച്ഛൻ വായിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അതെടുത്ത് ശർക്കരയൊക്കെ എടുത്ത് തറയിൽ വെച്ച്. പിന്നെ കൊടുക്കുമ്പോഴേ കഴിയും. പിന്നെ അച്ഛൻ അവസാനം വരെയും കൊടുക്കും. അച്ഛൻ വിളിച്ച് അടുത്തോട്ട് വരും. അങ്ങനെയൊക്കെ സ്നേഹമുണ്ട്. അന്ന് ചെയ്തില്ല. ആനയോട് മാത്രമാണോ ഗണേശൻ ഇത്ര അധികം സ്നേഹം? അതോ എല്ലാ മൃഗങ്ങളോടും പൊതുവെ ഭയങ്കര സ്നേഹം? അല്ല, എല്ലാ മൃഗങ്ങളും അനുകമ്പ. എനിക്ക് പൂച്ചയെ പേടിയാ. ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും മൃഗം ഉണ്ടോ? അത് പൂച്ചയാണ്. ഞാനും അതെ. പൂച്ചയുള്ള വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആകാംക്ഷയോട് നായ്ക്കുട്ടികളോടില്ല. പൂച്ച എന്റെ ദേഹത്ത് തൊട്ടാൽ എന്തോ പോലെ ഭയങ്കര പ്രശ്നമാണ്. ഈ പൂച്ചയെ കാണുമ്പോൾ പേടിയാവുകയും ചെയ്യും. ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ കടുവ ഓർമ്മ വരും. ഇത് നമ്മളെ മുഖത്തേക്ക് നോക്കും, പാവമാണ്, പക്ഷേ നോക്കുമ്പോൾ കടുവയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ചേട്ടനും അനിയനുമാണല്ലോ. എനിക്ക് എന്തുകൊണ്ടോ പൂച്ചയോടെ ഈ പൂച്ചയുടെ കൂടെ പറക്കാമെന്ന് എനിക്ക്
എന്തോ പൂച്ചയുടെ കുഞ്ഞിനെ എന്നെ ഇഷ്ടമല്ല. എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മയുടെ അനിയത്തി എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു 10-18 പൂച്ച ഉണ്ടായിരുന്നു വീട്ടിൽ. എൻ്റെ ഏറ്റവും വലിയ അസൗകര്യം എന്ന് പറയുന്നത് ഈ പൂച്ചയാണ്. അമ്മയുടെ വീട്ടിൽ പോകില്ല, അമ്മൂമ്മയുടെ അടുത്ത്. അവിടെ ചെന്ന് നിറച്ചങ്ങ് പൂച്ച, കുഞ്ഞമ്മയുടെ കൂടെ കിടക്കുന്നതെന്ന് പൂച്ച, തറയിൽ പൂച്ച, അടുക്കളയിൽ പൂച്ച, ഡൈനിങ് ടേബിളിന് മേളിൽ പൂച്ച, സർവ്വടത്തും പൂച്ചയാണ്. എനിക്കത് ഭയങ്കര പൂച്ചയോടൊരു അലർജിയുണ്ട്. ബാക്കി മൃഗങ്ങളോടൊക്കെ എനിക്ക് പശുവൊക്കെ വലിയ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാ മൃഗങ്ങളോടും നായ്ക്കുട്ടികളോടും വലിയ ഇഷ്ടമാണ്. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ ഞാൻ പണ്ട് വളർത്തിയിരുന്നുണ്ട്. പിന്നെ ഇത് മരിച്ചു പോകും. അതൊക്കെ വളരെ ഈ ലോലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. കാരണം ഈ 3 നായ്ക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്റ്റംബർ എന്നൊരു അസുഖം വന്നിട്ട് അന്ന് അതിന് മരുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് വരെ അച്ഛൻ മരുന്ന് വരുത്തി, പക്ഷേ ഇത് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെട്ടില്ല. ഈ 3 നായ്ക്കളും മരിച്ചതിന് ശേഷം പിന്നെ ഈ വളർത്തു മൃഗങ്ങൾ, ഈ ആന വന്ന് പെട്ടുപോയതുകൊണ്ട് എനിക്ക് ഞാൻ വളർത്തുന്ന ഒരു പക്ഷി ചത്തുപോയാൽ പോലും എനിക്ക് സഹിക്കാനൊക്കാത്ത വേദനയാണ്. ഇത് താങ്ങാനുള്ള ഒരു മനസ്സുള്ള ആളല്ല. വളർത്തുന്ന അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഞാൻ എൻ്റെ ഒരു സാധനം, കാറടക്കം ഒരു സാധനം ഡാമേജ് ചെയ്യില്ല. എന്താ എനിക്ക് അതൊരു യന്ത്രമാണ്, പക്ഷേ ആ യന്ത്രത്തോടും എനിക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം. ആ യന്ത്രത്തോട് ഞാനൊരു ആത്മബന്ധമുണ്ട് എനിക്ക്. കാരണം എന്നെ കൊണ്ടു നടക്കുന്ന കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനെ തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കും. ഇപ്പം നമ്മൾ പറയും ബസ്സിൻ്റെ ഡ്രൈവർ, KSRTC ബസ്സിൻ്റെ ഡ്രൈവറുടെ ചോറാണ് അത്രയും ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. ഇത് നിങ്ങളുടെ ചോറാണ്, ഇതിനെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞത് അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് KSRTCയുടെ വിജയം. അവരെ അത് ബോധ്യപ്പെടുത്തി. ഇത് നിങ്ങളുടെ ചോറാണ്, ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇത് നിസ്സാരമായിട്ട് കാണരുതെന്നുള്ളതാണ്. ഈ ആനവണ്ടി ആനയുടെ 2 എംബ്ലമാണല്ലോ. ഏതായാലും ദൈവം സഹായിച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ആന 2 പിരിഞ്ഞു പോയില്ല. ഏതാണ്ട് ആന 2 വഴിക്ക് പോകുന്ന വഴിയായിരുന്നു. ഈ ആനകളെ അത് 2 വഴിക്ക് പോകാൻ നിന്നപ്പോഴാണ് ഞാൻ വന്നത്. ഏതായാലും എല്ലാവരും ജനങ്ങളിലേക്ക് ഒരു പ്രാർത്ഥന ഉണ്ട്. അവർ രണ്ടുപേരും ഇപ്പോഴും അവരൊന്നിച്ച് നിൽക്കുകയാണ്. അതെ, ഒന്നിച്ച് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ പൊടി പിടിച്ച KSRTC കാണുന്നില്ല. അത് മാറി. അതെ, അതൊക്കെ മാറി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വണ്ടിയിലുള്ള ഒരുപാട്, അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ അമ്മ ആഗ്രഹിച്ചിരുന്ന എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ചിരുന്ന കുട്ടി അതൊന്നും ആവാതെ ഞാൻ അമ്മ ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോണു എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഓക്കെ മോനെ എന്നുള്ളൊരു സപ്പോർട്ടായിരുന്നോ? അമ്മയ്ക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. അല്ല, അമ്മ മരിക്കുന്നവരെയും ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അമ്മ യോജിപ്പുണ്ടായിട്ടില്ല. അമ്മ അപ്പോഴും പറയും നിനക്ക് ഇതൊന്നും വേണ്ടടാ, നീ സിനിമയിൽ അഭിനയിച്ചാൽ മതി, എനിക്ക് നീ സിനിമയിൽ അഭിനയിച്ച് കാണാനായിട്ട്. അമ്മ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. മകൻ സിനിമ നടനായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിച്ച ആളാണ് അമ്മ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ അവസാനം പറയും നിനക്ക് ഈ രാഷ്ട്രീയം വേണ്ട, നീ സിനിമ അഭിനയിച്ചാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം. അമ്മ എല്ലാവരോടും നാട്ടുകാരുടെ അടുത്തും പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ പറയുന്നത് കേൾക്കാതിരുന്നത്? രാഷ്ട്രീയത്തിലേക്ക് പിന്നെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, രാഷ്ട്രീയത്തിലേക്ക് വന്നുപോയി. അതിന് പ്രത്യേക സാഹചര്യത്തിൽ വന്നതിന് ശേഷം അമ്മ പറയും അച്ഛൻ്റെ കാലത്ത് രാഷ്ട്രീയത്തിൽ അച്ഛൻ നിന്നതിൻ്റെ ഒരുപാട് വേദന ഞാൻ അനുഭവിച്ചാണ്. ഇനി നീ അതിനകത്ത് നിൽക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന വേദനകൾ കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നീ സിനിമാ നടനായിരിക്കുന്നതാണ് എനിക്കിഷ്ടം അമ്മ എപ്പോഴും പറയായിരുന്നു. അമ്മ എൻ്റെ സിനിമകളും അമ്മ എല്ലാ സിനിമയും കാണുമായിരുന്നു. ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണും. എല്ലാ സിനിമയും കാണുന്ന ഒരാളായിരുന്നു. എല്ലാ സിനിമയും. എൻ്റെ അമ്മയും എൻ്റെ രണ്ടാമത്തെ സഹോദരി ബിന്ദുവുണ്ട്. ഇവർ രണ്ടുപേരും എല്ലാ സിനിമയും കാണും. അന്ന് ഇപ്പം സെൻസർ ബോർഡിലേക്ക് ഉണ്ട്. അവളെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. മകനെ സിനിമയിൽ കഥാകൃത്തൊക്കെ ആയിട്ട് വിട്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അവൻ പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് സിനിമയിൽ പോകണമെന്ന് പോയിക്കോളാൻ പറഞ്ഞു. അച്ഛനാദ്യം എതിരായിരുന്നു സിനിമയിൽ പോകുന്നതിന്. പക്ഷെ അമ്മയുടെ ഉള്ളിൽ അമ്മ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ എതിരായിട്ടൊക്കെ അഭിനയിക്കും. അമ്മയുടെ ഉള്ളിൽ മകൻ സിനിമാ നടനായിട്ട് വരണം, നല്ല നിലയിൽ വളർന്നു വരണമെന്നായിരുന്നു ആഗ്രഹം. മകൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാപ്പോ? അമ്മ എല്ലാ സിനിമ അങ്ങനെ ഇന്നാന്ന് പറയില്ല, അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്. അമ്മ എല്ലാ സിനിമയും കാണും. പിന്നെ ഈ സിനിമ കണ്ടിട്ട് വന്നിട്ടേ കൊള്ളത്തില്ലെന്ന് പറയത്തില്ല ഒരു സിനിമയും. അല്ല ചേട്ടൻ ചിലതിനകത്തൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ചെയ്യില്ലേ, അതൊക്കെ കാണുമ്പോ അമ്മ വന്നിട്ട് പറയില്ലേ? ഒന്നും പറയില്ല, ഇഷ്ടമാണ്, നന്നായി എന്നുള്ള. അമ്മ അഭിനയം മാത്രമേ നോക്കുള്ളൂ. അമ്മ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ. അന്ന് അമ്മയുടെ പഴയ നാടകം അഭിനയിച്ച ഫോട്ടോകളൊക്കെ ഉണ്ട് വീട്ടിൽ. അമ്മയുടെ പഴയ ആൽബത്തിലുണ്ടായിരുന്നു അമ്മ നാടകത്തിൽ അഭിനയിക്കുന്നത്, പെൺകുട്ടികൾ തന്നെ ആൺവേഷം കിട്ടിയൊക്കെ അഭിനയിക്കുന്നത്. അന്നത്തെ കാലത്ത് വിമൻസ് കോളേജിൽ അമ്മ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഏതോ വലിയ ഒരു വ്യക്തിയിൽ നിന്ന് അമ്മ സമ്മാനം വാങ്ങിച്ചു എന്ന് അങ്ങ് എപ്പോഴും പറയായിരുന്നു. അങ്ങനെ അമ്മയുടെ അഭിനയവും അച്ഛൻ്റെ രാഷ്ട്രീയവും രണ്ടും ഇപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് മകൻ. അച്ഛന് ചേട്ടൻ്റെ മൂവീസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പറയുമോ? അച്ഛൻ കാണുമായിരുന്നു. സീരിയലുകൾ കാണുമായിരുന്നു. അച്ഛൻ ഒരുപാട് സീരിയൽ കാണും. മരിക്കുന്നതിൻ്റെ തലേ ദിവസം സീരിയൽ കണ്ട ആളാണ്. മൊബൈൽ ഫോണിൽ സീരിയൽ കണ്ട് എൻ്റെ പിറ്റേ ദിവസമാണ് മരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന് IC യൂണിറ്റ് കിടക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ആ ടേബിളിന് പുറത്ത് വെച്ചിട്ട് സീരിയൽ കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. സീരിയൽ തുടർച്ചയായി കാണുമായിരുന്നു. പിന്നെ ഞാൻ അവനെ സീരിയൽ അച്ഛൻ കാണാൻ സമയം കിട്ടും. സിനിമ എപ്പോഴും സമയം കിട്ടത്തില്ല. എന്നാലും
പിന്നെ അച്ഛനും അവസാന കാലത്ത് ഇഷ്ടമായി. എനിക്ക് സിനിമ തരുന്നവരോട് അച്ഛനൊരു ചെറിയ താല്പര്യവും തരാത്തവരോടൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്താണ് അച്ഛനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയതും അച്ഛനിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം അറിയാൻ പറ്റിയെന്നൊക്കെ. അന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു രാഷ്ട്രീയത്തെക്കുറിച്ച്. അത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് 3 കാര്യങ്ങൾ, നീ ഇത് എന്തായാലും ചെയ്തിരിക്കണം ഗണേശ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്നോട് പറഞ്ഞത് NSSമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അച്ഛൻ നായർ സർവീസ് സൊസൈറ്റിയുടെ 64 വർഷം താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരോടൊപ്പം നിൽക്കണം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം. മന്നത്ത് ആചാര്യൻ വളരെ പാടുപെട്ടുണ്ടാക്കിയതാണ് NSS. അതുകൊണ്ട് NSSൻ്റെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ യാതൊരു നിലപാടും നമ്മൾ എടുക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു മതേതര പാർട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ കാര്യങ്ങളൊക്കെ പത്തനാപുരത്തെ ജനങ്ങൾക്കെല്ലാം, അച്ഛനാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്, പത്തനാപുരത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കണം. അവരിപ്പം നീ അതെല്ലാം ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ എപ്പോഴും നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അല്ലാതെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ 2 വർഷം കൂടെ ഇരുന്ന കോവിഡിൻ്റെ കാലമൊക്കെ അവിടെ തന്നെയാണ്, അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഞാനും മാത്രമേ വീട്ടിലുള്ളൂ, അച്ഛനെ നോക്കുന്ന ആൾക്കാരും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴും അച്ഛൻ പറയുന്ന കാര്യമുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ എല്ലാം മാറി മറിയാൻ 2 ആഴ്ച മതി. ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു, അടുത്ത ഇലക്ഷൻ റിസൾട്ട് അതാവില്ല. കാരണം രാഷ്ട്രീയം അവസാന നിമിഷത്തിൽ ഒരു മാറി മറിയൊക്കെ 2-3 ആഴ്ച കൊണ്ട് തന്നെ എല്ലാം മാറി മറിയും. ഇന്ന് കാണുന്ന കാലാവസ്ഥയല്ല രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതും വ്യത്യസ്തമായിരിക്കും എന്ന് പറയുമായിരുന്നു. പിന്നെ ഏതൊരു കാര്യത്തിലും ആകാംക്ഷപ്പെടേണ്ടതില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്ത് അപഖ്യാതി നമ്മളെപ്പറ്റി പറഞ്ഞാലും എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ മനസാക്ഷിക്കുള്ളിൽ നമ്മൾ ക്ലിയർ ആണെങ്കിൽ അതിന് വഴങ്ങേണ്ട കാര്യമില്ല. അപ്പം അച്ഛൻ പറയാം, എന്ത് വലിയ ബഹളം വന്നാലും അത് കെട്ടടങ്ങും. അതിനെ ഈ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാം, നമുക്കൊരു പ്രശ്നം വന്നു, ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമ്മളെടുക്കുന്ന മണ്ടൻ ഐഡിയകളാണ് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. ചുമ്മാ ഇരുന്നാൽ മതി, താനേ മുറിവുടങ്ങും. അതിനകത്ത് ആവശ്യമില്ലാത്ത മരുന്ന് വാരി തേച്ച് ആ മുറിവിനെ അങ്ങ് വഷളാക്കരുത് എന്ന് അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും അച്ഛൻ അവിടെ ഇരിക്കും കേട്ടോ. വരട്ടെ, അപ്പുറത്ത് വരുമ്പോൾ മാറാമെന്ന് പറയും, തൊട്ടടുത്ത് വന്നിട്ട് മാറാമെന്ന് പറയും. അപ്പോൾ ഈ വരുന്ന പ്രശ്നങ്ങളൊന്നും മാധ്യമങ്ങളിലൂടെയൊക്കെ ചില വാർത്തകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ നിശബ്ദനായി കണ്ടുകൊണ്ടിരിക്കും അച്ഛനിങ്ങനെ. ഇതൊന്നും എവിടെയും ചെന്ന് എത്തൂലെന്നറിയാം. പക്ഷേ ഗണേശേട്ടാ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇപ്പം ചേട്ടൻ പോലും ചെയ്യാത്ത പല കാര്യങ്ങളും വരുമ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മൾ ചിലപ്പോൾ അപ്സെറ്റ് ആവാം, ചിലപ്പോൾ ദേഷ്യം വരാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു പോകും. ചിലപ്പോൾ അത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാം, പ്രശ്നം കൂടുതൽ വഷളാക്കാം. പക്ഷേ ചേട്ടൻ ഇത്തരത്തിലുള്ള പല സിറ്റുവേഷൻസ് വരുമ്പോഴും ചേട്ടൻ അഡ്വൈസ് എടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പോയിട്ട് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ മനസ്സിന് എപ്പോഴും നമുക്ക് പിടുത്തം കിട്ടിയെന്ന് വരില്ല അല്ലേ? അത്തരം സാഹചര്യങ്ങളിൽ ചേട്ടൻ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? മനുഷ്യനോട് അഡ്വൈസ് ചോദിക്കരുത്. ഞാൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് സംസാരിക്കും, ദൈവത്തോട് ഞാൻ പറയും, എനിക്ക് ആൻസർ പറഞ്ഞു തരും. KSRTC തന്നെ പലപ്പോഴും CMD എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഒരു ഇഷ്യൂ പറഞ്ഞാൽ സാർ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മറുപടി പറയുന്നത്? എൻ്റെ പ്രാഗൽഭ്യമല്ല, എന്തുകൊണ്ടോ എനിക്ക് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. ഞാൻ ചോദിക്കും എന്താ ചെയ്യേണ്ടത്. പക്ഷെ അതായത് മനസാക്ഷി എന്നൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദൈവം എൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ ഒരു കൂട്ടുകാരനോടെന്ന പോലെ, ഒരു അച്ഛനോടെന്ന പോലെ ഞാൻ ചോദിക്കും ദൈവത്തോട്. ചോദിക്കുന്ന കാര്യത്തിന് എനിക്ക് കൃത്യമായ മറുപടി തരും. എൻ്റെ നേരെ വരുന്ന ഏത് ഇഷ്യൂവിനെയും ഞാൻ സോൾവ് ചെയ്യുന്നത് ആ ദൈവത്തോട് സംസാരിച്ചിട്ടാണ്. മറ്റുള്ളവന് ഡാമേജിങ് ആവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്കൊരാളെ സഹായിക്കാൻ പ്രയാസമാണ്, ഉപദ്രവിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കഴിയുന്ന ഉപദ്രവിക്കാതിരിക്കാൻ നോക്കാതെ തീരെ നിവൃത്തിയില്ല. നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുമെങ്കിൽ മാത്രം ഒരു പണി വെച്ച് കൊടുക്കും തിരിച്ചങ്ങോട്ട്. അത് നല്ല പണിയായിരിക്കുകയും ചെയ്യും. ഇങ്ങോട്ട് വന്നങ്ങ് ശല്യം ചെയ്യുമല്ലോ, ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ പറയണം, ഇങ്ങനെ പണി വെച്ചോ എന്ന് പറയും. ആ പണി നമ്മളെ മുമ്പിൽ കൊണ്ടുവരും. നിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് വെച്ചോ പണി എന്ന് പറയാം, അപ്പോൾ വയ്ക്കും. അല്ല ഞാൻ ഒരാളെയും കരുതി കൂട്ടിയിട്ട് ആരുടെയും പുറകെ പോകില്ല, അതിന് സമയമില്ല. നമുക്ക് മനസ്സിന് ഒരാളിപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ പുറകെ നമ്മൾ അയാളോട് പ്രതികാരം ചെയ്യാനോ പകരം വീട്ടാനോ നടക്കരുത്. എനിക്കിഷ്ടമല്ലാത്ത ആളുകൾ മരിച്ചുപോയി എന്നാണ് എൻ്റെ സങ്കല്പം. എന്നെ ദ്രോഹിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്, അവർ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്നവരല്ലേ കാണാൻ പറ്റൂ, അവരോടല്ലേ സംസാരിക്കാൻ പറ്റും, അവരോടല്ലേ വഴക്കടിക്കാൻ പറ്റും, അവരോടല്ലേ ഇണങ്ങാൻ പറ്റും. മരിച്ചു പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ പോയി, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് മറക്കും.
അങ്ങനെ ഒരുപാട് പേരെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കുറച്ച് പേരെ ഞാൻ മറന്നു കളഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ശരിക്കും ഞാനിപ്പോൾ അത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു. ഞാനീ പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപയോഗിച്ച് വിജയിപ്പിക്കാൻ പറ്റുന്ന ചില ടെക്നിക്കുകളാണ്. നമ്മൾ ഡിപ്രഷനിലേക്ക് പോവില്ല, നമ്മൾ ഡിപ്രഷനിലേക്ക് പോവില്ല. ഈ നമ്മൾ ഇഷ്ടമല്ലാത്ത ആളിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ നമുക്കും അസ്വസ്ഥത, അവർക്കും അസ്വസ്ഥത, അവർക്കുണ്ടോന്ന് അറിയില്ല, നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. എന്തിനാണിത് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഇപ്പം മറ്റയാൾ എന്ത് ചെയ്യായിരിക്കും? നമ്മുടെ ശത്രു. ഈ പുരാണത്തിൽ പറയുന്നൊരു കഥയുണ്ട്. ഈ വിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ കാവല് നിന്നവരാണ് ജയവിജയന്മാരെന്ന 2 അസുരന്മാരുണ്ടായിരുന്നു. ഇവരെ ഋഷികൾ ശപിച്ചു. അതായത് ഇവർ വന്ന കയറ്റിവിട്ടില്ല. ഭഗവാന്റെ അടുത്തേക്ക് കയറ്റിവിടാത്തതുകൊണ്ട് വൈകുണ്ഠത്തിൻ്റെ വെളിയിൽ നിന്ന് തടഞ്ഞു പറയും, നിങ്ങൾ അടുത്ത 6 ജന്മം 6 ജന്മം ഭഗവാൻ വിഷ്ണുവിൻ്റെ ശത്രുവായി ജനിച്ച് വിഷ്ണുവിൻ്റെ കൈകൊണ്ട് മരിക്കും. രാവണൻ, കുംഭകർണൻ, ഈ ഓരോ തലമുറയിൽ ഓരോ അവതാരത്തിലും ശ്രീകൃഷ്ണനെതിരായി വരുന്ന ആളുകൾ, ശത്രുക്കളായി വരുന്നവർ ഈ ജയവിജയന്മാരാണ്. ഇവരാണ് ഇവരെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇവർ ഭക്തരാ, ഫുൾ ടൈം ശത്രുവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ എപ്പോൾ വരും എന്ന് പറഞ്ഞാണ് ഇവരിയ്ക്കുന്നത്. രാവണൻ ശ്രീരാമൻ്റെ കൈ കൊണ്ട് മരിക്കരുത് വെച്ചാൽ മരിച്ചു. അപ്പോൾ ആ സമയം വരെയും ശത്രുവിനെ, നമുക്ക് ശത്രു ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മിത്രത്തെക്കാൾ കൂടുതൽ സമയം നമ്മൾ ശത്രുവിനെ ആലോചിക്കും. അപ്പോൾ ശത്രു ഇല്ലായിരുന്നാൽ ആരും നമ്മുടെ ശത്രുവല്ല. പക്ഷെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രി ആയിക്കോട്ടെ, ഗണേഷ് ചേട്ടൻ ആയിക്കോട്ടെ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് അയ്യോ എനിക്ക് അവരുടെ ഇഷ്ടം വാങ്ങിക്കണം അല്ലെങ്കിൽ അവരുടെ ഗുഡ് ബുക്സിൽ കയറണം, അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല. ചേട്ടന് ശരി എന്തെന്ന് തോന്നുന്നോ അത് നിനക്ക് ബോധിച്ചാലും ഇല്ലേലും എനിക്ക് ശരി ഇതാണ്, ഞാൻ അതുകൊണ്ട് ഇതേ ചെയ്യുള്ളൂ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോനെ നീ ചെയ്ത് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു ഗട്ട്സും ചേട്ടനുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഒരു എനിമിറ്റിയോ അവരുടെ ഒരു ശത്രുതയും കൂടെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടാവില്ലേ? ചേട്ടൻ അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ലേ? അല്ല, അത് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളിൽ ആരെയും നമ്മൾ വഴക്കുറയില്ലല്ലോ. തെറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ശാസിക്കത്തുള്ളൂ. അല്ല, നല്ല മര്യാദ ജീവിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും പോയിട്ട് വഴക്കുറയും ഇല്ല. അല്ല, എന്നാലും നമ്മൾ ചേട്ടൻ നിൽക്കുന്ന ഇൻഡസ്ട്രി അത് ഫിലിമാണെങ്കിലും സൂചിപ്പിച്ച് എത്ര നാൾ നിൽക്കും? എത്ര നാൾ നമ്മൾ സൂചിപ്പിച്ച് ആവശ്യമില്ലാതെ സൂചിപ്പിച്ച് അവർ തിരിച്ചറിയും. അയ്യോ ഇത് സോപ്പല്ലേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പൊളിഞ്ഞു പോകും. പല രാഷ്ട്രീയത്തിലും പലരെയും കണ്ടിട്ടുണ്ട്. എല്ലാ ആളുകളെയും അങ്ങ് സൂചിപ്പിച്ച് എല്ലാവരോടും ക്ഷമിച്ച് നമ്മളെ ചീത്ത വിളിച്ചാലും കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് അവരൊന്നും പിന്നെ ഈ രാഷ്ട്രീയത്തിലൊന്നും അല്ലാതായി പോയിട്ടുണ്ട്. 1-2 തവണയൊക്കെ MLA ആവും. അപ്പോഴെല്ലാം ആളിനൊക്കെ വിളിപ്പിക്കും. കാരണം എല്ലാ വീട്ടിലും പോകും. ആ ഒരു വീട്ടിൽ കയറി നിന്ന് അവിടുന്ന് ചായ തരാൻ പറയും. ഒരു ഷോയാണ്. അപ്പോൾ അവർ അയ്യോ MLA വന്ന് വീട്ടിൽ നിന്ന് ചായ കുടിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ ചായ കൊടുക്കും. ഈ ചായ കൊടുക്കുമ്പോൾ ഒന്ന് ഫോൺ ചെയ്തു വിട്ടെ. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഫോൺ ഒരു MLA, പഴയ ഒരു MLA പറ്റി പറയുന്നത് അദ്ദേഹം ആളെ കയ്യിലെടുക്കുന്ന അങ്ങനെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ISD അടക്കം കുറേ നമ്പറുകൾ എഴുതി വയ്ക്കും. അവിടെ ഒരു ഓസുണ്ട്. ഇത് പോക്കറ്റ് ഇട്ടേക്കും. പോക്കറ്റ് ഇട്ടിട്ട് ഒരു പഴയ ഒരു MLA അദ്ദേഹം പിന്നെ തോറ്റുപോയി, പിന്നെ രക്ഷപ്പെട്ടില്ല, പിന്നെ രാഷ്ട്രീയത്തിലും കണ്ടില്ല. അദ്ദേഹം നേരെ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ആൾ വരും, സ്കൂട്ടർ കൈ കാണിക്കും. എന്നെ കൊണ്ടൊന്ന് കൊണ്ടുപോയി എൻ്റെ പുറകെ കയറി. അപ്പോൾ MLA എൻ്റെ സ്കൂട്ടറിൽ കയറി. ഹാപ്പി. ഞാൻ കൊണ്ടുവന്ന് അവിടെ ഒരു മരണ വീട്ടിന് മുമ്പിൽ വിട്ടു. അവിടെ ഇറങ്ങി എല്ലാം കണ്ടു. ഒട്ടം അപ്പുറത്തെ വീട്ടിന് മതിലൊരു ചേച്ചി നിൽക്കുന്നത്. ചേച്ചി എന്തുകൊണ്ട് വിശേഷം? അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് MLA ചായ കുടിച്ചിട്ട് വാ. ശരി എന്നാൽ ഒരു ചായ കുടിക്കാൻ കയറി അവിടെ ഇരുന്നു. ഫോട്ടോ കൊടുത്താണ് അപ്പോഴും. എന്നിട്ട് ഒരു ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് പേപ്പർ പോക്കറ്റിൽ നിന്ന് എടുക്കും. അതിനകത്ത് ISD അടക്കമുണ്ട്. ആദ്യം ISD കറക്കി നോക്കും. അതിന് ISD ഇല്ല എന്ന് പറഞ്ഞാൽ ലോക്കൽ വിളിക്കും. ഈ എഴുതി വെച്ച 10-20 നമ്പറുകൾ ഇദ്ദേഹം വൈകിട്ടിന് മുമ്പ് പല വീടുകളിൽ നിന്നായിട്ട് വിളിച്ചിരിക്കും. ഓസുമായി അവരെ കയ്യിലും എടുത്തു. ഇവ കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിഞ്ഞതാണ്, നമ്മുടെ ഹരിചേട്ടനും അദ്ദേഹത്തിന്റെ ഒക്കെ പറഞ്ഞു തന്നൊരു ഇൻസിഡന്റ് ആണ്. ബൈക്കിൽ 2 പയ്യന്മാർ വന്നു. അവര് കുറച്ച് തെമ്മാടിത്തരങ്ങൾ കാണിച്ച് അവരെ ശാസിക്കുകയാണ്. അപ്പോഴും ഇത് ഇലക്ഷൻ സമയമാണല്ലോ, നമ്മളെല്ലാവരും പൊളിറ്റീഷ്യൻസ് എല്ലാവരും എന്താ ചെയ്യുക, നല്ല എല്ലാവരും സുഖിപ്പിച്ച് നിർത്താൻ ശാസിക്കാതെയും ഇങ്ങനെ കൂടെ നിർത്തും. അപ്പോഴും ഗണേശേട്ടൻ അവർ തെറ്റ് ചെയ്ത് തെറ്റാന്ന് തന്നെ പറഞ്ഞു. എനിക്ക് അവർ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ, അവർ മരിച്ചാൽ പിന്നെ എനിക്ക് വോട്ട് കിട്ടില്ലല്ലോ അല്ലേ? അല്ല, ആ കുഞ്ഞുങ്ങളാണ് അവർ. 2-3 കുഞ്ഞുങ്ങൾ ഒരു വണ്ടിയിൽ വരെയാണ്. അവരെ ഞാൻ ശാസിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ കുഞ്ഞിന് വല്ല ആപത്ത് സംഭവിച്ച് മരിച്ചു പോയാൽ ആ കുടുംബം, അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും? എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഞാനെങ്ങനെ സഹിക്കും? അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് വിഷമം പറയുന്ന ആൾ ഞാനായി മാറും എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ കുഞ്ഞ് വീണ് മരിച്ചാൽ അവൻ എൻ്റെ കുഞ്ഞാണെന്ന് കരുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് എന്നെ വേദനിപ്പിക്കും, എൻ്റെ കണ്ണ് നിറയും, എൻ്റെ ഹൃദയം പൊട്ടും. അതുണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ വല്ലവൻ്റെയും കൊച്ചല്ലേ എവിടെയെങ്കിലും പോയി ചാവട്ടെന്ന് വിചാരിച്ച് അവൻ സൂചിപ്പിച്ചേക്കാം, മോനെ നന്നായിട്ട് കൊള്ളാം, എനിക്ക് വോട്ട് തിരുത്തേണ്ടവരെ അങ്ങനെ നോട്ട് ഒരു പരിപാടിയും ചെയ്യില്ല, ഒന്നും അങ്ങനെ നോട്ട് കിട്ടില്ല. വെറും തെറ്റിദ്ധാരണയാണ്. വോട്ട് കിട്ടണമെങ്കിൽ സത്യസന്ധതയ്ക്ക് വോട്ട് കിട്ടും.
സത്യസന്ധതയെ വോട്ട് കിട്ടും. ഞാൻ 5 ഇലക്ഷൻ ജയിച്ചതും സത്യസന്ധത കൊണ്ട് മാത്രമാണ്. ഞാൻ എന്നെ എന്തെല്ലാം അനാവശ്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അതെ, അത് ഇനിയിപ്പോ ഓരോന്നോരോന്ന് റീവൈൻഡ് ചെയ്ത് ആ. എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. എന്നെ നന്നായി അറിയാം. ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനും എന്നെ നന്നായിട്ടറിയാം. ഞാനീ പറഞ്ഞ കണക്ക് എന്നെ സംബന്ധിച്ച് റോഡിൽ പോകുന്ന ഒരു പെൺകുഞ്ഞ് അവളൊരു ആപത്തും കൂടാതെ വീട്ടിലെത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. അവൾ എൻ്റെ മകളാണ്, എൻ്റെ മകളാണ്. ഞാൻ അത്ര സ്നേഹത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എൻ്റെ മക്കൾ റോഡിൽ കൂടെ പോയാൽ അവർക്ക് സംഭവിച്ചാൽ എനിക്ക് നോവും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മക്കളാണ്. അവർക്കൊരു ആപത്തും വരരുത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പണ്ട് പത്തനാപുരത്ത് ഇവിടെ അടുത്തൊരു ഉന്നതിയിൽ താമസിക്കുന്ന ഒരു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ, 3 വയസ്സുള്ള കുഞ്ഞിനെ, 4 വയസ്സ് 5 വയസ്സുണ്ട് കുഞ്ഞിനെ കാണാതെ പോയി. ചെന്ന് നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചുകൊണ്ടുപോയി അതിനെ റേപ്പ് ചെയ്ത് അതിനെ കൊന്നു ഇട്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ. ഞങ്ങളെല്ലാവരും വിഷമിച്ചു. ഈ കള്ളനെ പിടിക്കാൻ ഈ കുറ്റവാളി ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു. അയാളെ പിടിക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഞാനാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉള്ള ഒരാളെന്നോട് പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഇവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാവരും സമരം ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാണ് എല്ലാവരും. അപ്പോൾ പോലീസുകാർക്ക് ഈ മാർച്ച് കൈകാര്യം ചെയ്യുമോ പ്രതിയെ പിടിക്കുമോ പോയി. അപ്പോൾ ഒരു സ്റ്റുഡിയോയിലെ ഒരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞു, സാറിന് എനിക്ക് വിശ്വാസമാണ് സാറേ, അവൻ്റെ ഒരു ഫോട്ടോ ഒരു കല്യാണത്തിൻ്റെ പടത്തിൽ ഒരു മൂലയ്ക്ക് നിൽപ്പുണ്ടവൻ, അവൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് തരാതെ. ആ ഫോട്ടോ അദ്ദേഹം എലാർ ചെയ്ത്, പത്തനാപുരത്തുള്ള സ്റ്റുഡിയോ ഓണറാണ് അദ്ദേഹം, എലാർ ചെയ്ത് എൻ്റെ കൊണ്ടു തന്നു. ഈ കളർ ഫോട്ടോ വെച്ച് ഞാൻ പോസ്റ്റ് അടിച്ചു. ഇവനെ കണ്ടു കിട്ടിയാൽ, ഇവനാണ് ഈ കുഞ്ഞിൻ്റെ ഘാതകൻ, ഇവനെ കണ്ടു കിട്ടിയാൽ ഉടൻ DYSP, സർക്കിള്, പോലീസ് എല്ലാവരും നമ്പർ, SI എല്ലാ നമ്പർ കൊടുത്ത് ഈ 3 നമ്പറുകൾ എവിടെയെങ്കിലും അറിയിക്കണം അടിയന്തരമായിട്ടെന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ പാർട്ടി പ്രവർത്തകരെയും എൻ്റെ സ്റ്റാഫിനെയും വിട്ടിട്ട് കൊട്ടാരക്കര, അടൂർ, പുനലൂർ എല്ലാ ബസ് സ്റ്റേഷനിലും ഒട്ടിച്ചു. അങ്ങനെ കൊട്ടാരക്കരയിൽ വന്നിറങ്ങിയ ഒരു പയ്യൻ, ഇവനെ അറിയാം, അവൻ തൊട്ട് മുമ്പത്തെ ആലുവയിൽ വെച്ച് അവനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൻ ഈ നമ്പർ കണ്ട് പോലീസിൽ വിളിച്ചു. ഈ കണ്ട പയ്യൻ്റെ പേരും ഗണേശൻ എന്നാണ്, കൊട്ടാരക്കരയുള്ള പയ്യനാണ്. അവൻ വിളിച്ച് പോലീസിനോട് പറഞ്ഞു, ഇവൻ ഇന്ന സ്ഥലത്ത് എന്നെ കാണാൻ വന്നിരുന്നു, ജോലി വേണമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ അവനെ ഒരു ജോലി അന്വേഷിച്ച് വരും എൻ്റെ അടുത്ത്. അപ്പം പോലീസ് പറഞ്ഞു, നീ വന്ന് അവൻ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിക്കോ, ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ച് അവിടെ ഇരുത്തി. ഇവർ പോലീസ് അവിടെ എത്തി, ആലുവ പോലീസ് അവിടെ എത്തി. ആലുവയിൽ വെച്ച് തന്നെ പൊക്കി. പിന്നെ ഇവിടുത്തെ പോലീസുകാർ പോയി കൊണ്ടുവരികയായിരുന്നു. കുറ്റകൃത്യങ്ങളെ ഒരു മയമില്ലാതെ നേരിടും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളായിരുന്നു, ഒരു അപ്പൂപ്പനും ഒരു കുഞ്ഞും ഒരു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ പണിക്ക് വന്ന ആൾ നോക്കിയപ്പോൾ ഇവർ ബാങ്കിൽ പോയിട്ട് പൈസ എന്തോ കൊണ്ടുവന്ന് വിവരം കിട്ടി. ആരുമില്ലാത്ത സമയത്ത് ഈ അപ്പൂപ്പനും കുഞ്ഞും മാത്രമുള്ളപ്പോൾ അവിടെ കയറി തലയടിച്ച് പൊട്ടിച്ച് ഈ കുഞ്ഞിനെയും അച്ഛനെയും കൊന്നു, അപ്പൂപ്പനെയും കൊന്നു. ഇതൊക്കെ ആദ്യകാലമാണ് പത്താം, ഇന്നങ്ങനെ ഇല്ല. പക്ഷേ ഞാൻ വീട്ടിൽ അന്ന് എനിക്കറിയാം, ഇപ്പോഴത്തെ DGP ആയിരിക്കുന്ന അജിത്ത്, കൊല്ലം SP ആണ്, അദ്ദേഹം ഇവിടെ വന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ രാത്രി ഞാനും കുത്തിയിരുന്ന് നേരം വെളുത്ത് 9 മണിക്ക് മുമ്പേ അവരെ തമിഴ്നാട്ടിൽ പിടിച്ചു അവനെ. ഞാനും കൂടി ഇരുന്നിട്ട്, അപ്പോൾ എപ്പോഴും അദ്ദേഹം ഈ DGP എന്നെ കാണുമ്പോൾ പറയും, സാർ അന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇൻവെസ്റ്റിഗേഷനിൽ പങ്കാളിയാവാൻ. ഈ വെളിയത്തൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയില്ലേ, തട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു TV കൂടെ, കുഞ്ഞിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കരുത്. കൊണ്ടുപോയവർ കുഞ്ഞിനെ, നിങ്ങളെന്തായാലും കേസിൽ പെട്ട് കഴിഞ്ഞു, കുഞ്ഞിനെ ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിട്ടിട്ട് പോകണം, കുഞ്ഞ് ഒറ്റയ്ക്കായി പോകരുത് എന്ന് പറഞ്ഞു. അവരാൾ കൂടി നിൽക്കുന്ന ആശ്രാമത്ത് കൊണ്ടുവിട്ട്. എന്താണ് ഈ TV-യിലൂടെ ഞാൻ കൊടുത്ത സന്ദേശം അവർ കണ്ട്, കുറ്റവാളിയാണ്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങളെ പിടിക്കും, നിയമം നടക്കും. പക്ഷേ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്, കുഞ്ഞിനെ ആളില്ലാത്ത സ്ഥലങ്ങളിൽ, രാത്രിയല്ലേ, ആളില്ലാത്ത സ്ഥലങ്ങൾ ഉപേക്ഷിക്കരുത്, ആളുള്ള ഏതെങ്കിലും സ്ഥലത്ത് വിടണം. അവർ കറക്റ്റ് കൊണ്ടുവിട്ടത് ആശ്രാമ മൈതാനത്തിലാണ്, ആളുകൾ കൂടിയിരിക്കുന്നിടത്താണ് കൊണ്ടിരുത്തിയിട്ട് പോയി. അങ്ങനെ ആ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ചില മെസ്സേജുകൾ, സത്യസന്ധമായ ചില മെസ്സേജുകൾക്ക് ഒരു റിസൾട്ടുണ്ട്. കുറ്റവാളികൾ പിടിക്കപ്പെട്ടു, പക്ഷെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഒരു മന്ത്രിയായാൽ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ തന്നെ വേണം, ഈ രൂപത്തിലായിരിക്കണം, ഈ ഭാവത്തിലായിരിക്കണം, അങ്ങനത്തെ കുറേ പ്രോട്ടോകോൾ പണ്ട് മുതലേ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അറിഞ്ഞെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ശ്രീ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മിനിസ്റ്റർ, എനിക്ക് എന്താണോ ശരി, ഞാൻ ഇങ്ങനെയാണ്, ഇതിനെന്താ കുഴപ്പം, ശരിയാണ് എന്ന് എൻ്റെ മനസ്സിനെ, ഇതിനെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ശരിയോടെ ചെയ്യുന്ന ഒരു ചങ്കൂറ്റമുള്ളൊരു വ്യക്തിയും കൂടെയാണ് അല്ലേ. ഇപ്പം താങ്കൾ ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളാണ്. സാധാരണ പൊളിറ്റീഷ്യൻസിൽ നമ്മൾ കണ്ടാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. നിയമസഭയിൽ ആദ്യമായിട്ട് കളർഫുൾ ആയിട്ടുള്ള വൈറ്റ് അല്ലാത്ത രീതിയിൽ ഒരു ഷർട്ട് ഇട്ട് ചെല്ലാനുള്ളൊരു ചങ്കൂറ്റം, ഇതൊക്കെ എങ്ങനെയാണ് ഗണേശേട്ടാ ആ ഒരു തോന്നൽ വന്നതും ആ ഒരു ധൈര്യം വന്നതും ഒക്കെ? ഞാൻ ആദ്യത്തെ തുടക്കം ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇവിടെ പത്തനാപുരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും, ഞാൻ കളർ ഉടുപ്പായിട്ടേക്കുന്നത്, അപ്പോൾ എല്ലാവരും അച്ഛനോടടക്കം പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയുടെ കളറൊന്ന് മാറ്റണം, വെള്ള ഉടുപ്പിടണം, കതറിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കതർ ഇട്ടിട്ടില്ല, ഇടില്ല.
അവൻ പറഞ്ഞു വെള്ള ഉടുപ്പെങ്കിലും ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം അച്ഛനെ ചെന്ന് കണ്ടു. അപ്പോൾ അച്ഛനും എന്നോട് ചോദിച്ചു, നീ ഇവരൊക്കെ പറയുന്നടാ നീ ഒരു വെള്ള ഉടുപ്പെങ്കിലും ഇടണം, കതർന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ള ഉടുപ്പും വെള്ള മുണ്ടും ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛാ, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എന്നെ ടി വിയിൽ കണ്ടിട്ടുള്ള നല്ല കളറുള്ള ഷർട്ട് ഇട്ടിട്ടാണ്. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വേഷം മാറിയാൽ ആ വേഷം മാറൽ ജനങ്ങളെ പറ്റിക്കലായി പോകും. ആ പറ്റിപ്പിന് ഞാൻ തയ്യാറല്ല. എന്നെ എങ്ങനെ കണ്ടോ ആ നിലയിൽ കണ്ടുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുക. ജയിച്ചാൽ ജയിച്ചു, തോറ്റാ തോറ്റു. ചേട്ടന്റെ തീരുമാനമായിരുന്നു അത്? എൻ്റെ തീരുമാനമാണ്. ലീഡർ എന്ന് പറഞ്ഞിട്ടും എന്താ പറയാ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്രീ കരുണാകരൻ, അദ്ദേഹം സാർ പറഞ്ഞിട്ടാണ് സാർ പൊളിറ്റിക്സിലേക്ക് വന്നത് പോലും. അപ്പൊ ഈ നമ്മൾ കണ്ടു വന്നിരിക്കുന്നത് പൊളിറ്റിക്സിൽ വന്നാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുക അതാണെന്നുള്ളതാണല്ലോ. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു രൂപത്തിൽ ഞാൻ ഇപ്പൊ നിയമസഭയിൽ എല്ലാവരും കളർ ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് വരാറുണ്ട്, ടീഷർട്ട് വരെ ഇട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ ആ മാറ്റത്തിന്റെ തുടക്കം 2001 കുറിച്ചത് ഞാനാണ്. പക്ഷെ ഇങ്ങനത്തെ മാറ്റം ചെയ്തപ്പോൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചേട്ടൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ വന്നിട്ടില്ല? ഒന്നും ഉണ്ടായില്ല. കാരണം എന്നെ സിനിമയെ കണ്ട രൂപത്തിൽ എന്നെ കണ്ടതുകൊണ്ടാണ് എനിക്ക് വോട്ട് ചെയ്തത്. കാരണം എന്നിൽ കള്ളത്തരങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. ഈ മോത്തോക്കി പറയുന്നു എന്നൊക്കെ പറയുന്നില്ല. ഞാൻ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയപ്പോൾ എനിക്കെതിരായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി അങ്ങനെയല്ല. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതിനകത്ത് എനിക്കൊരു ക്ലിയർ കട്ട് മൈൻഡുണ്ട്. അതായത് നല്ല ലൈസൻസ് ഉള്ള കുട്ടികൾ വണ്ടി ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ അപകടങ്ങൾ കുറയും. അതെ, അതിന് നല്ല ലൈസൻസ് അല്ല ഇവിടെ കൊടുക്കുന്നത്. ഒരു പേരിനൊരു ലൈസൻസ് അഴിമതിയുടെ ഭാഗമായി എഴുതി കൊടുക്കുകയാണ്. ഒരു ദിവസം പരീക്ഷയ്ക്ക് വരുന്നതിൽ 99% ആളിലും ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ദ്രോഹമാണ്. ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ SLC പരീക്ഷയ്ക്ക് 99.98% കുട്ടികൾ ജയിച്ചു എന്ന് പറയുന്ന അല്ല ഒരു നാടിന് അഭിമാനം. ജയിച്ചവർക്ക് ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറയുന്നതാണ് അഭിമാനം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഡ്രൈവിങ്ങിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്, ലൈസൻസിൻ്റെ ക്വാളിറ്റി. ഗൾഫ് രാജ്യങ്ങളൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് എടുത്തതാണ്, കിട്ടാൻ പാടാ, എടുത്താൽ ബെസ്റ്റ് ഡ്രൈവർ ആയിരിക്കും. അപ്പോൾ അത് അപകടങ്ങളെ കുറയ്ക്കുകയും മരണങ്ങളെ കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്. അതൊരു വലിയ വിജയമായി മാറി. KSRTക്ക് ഇതുവരെ 2.5 കോടി രൂപയോളം ലാഭം ലഭിച്ചിട്ടുണ്ട് KSR ആ ഒരു വർഷത്തിനുള്ളിൽ. കഴിഞ്ഞ 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ, ഒരു വർഷം തികച്ചാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2025 കഴിഞ്ഞു. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2.5 കോടി രൂപയിലധികം ലാഭം എല്ലാ ചിലവും പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 17,000 കുട്ടികളെ നല്ല ഡ്രൈവിംഗ് അറിയുന്നവരായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാൽ, ഞാൻ മന്ത്രിയെ വന്ന ശേഷം കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വിജയശതമാനം 48ആണ്. പരമാവധി സെക്കൻഡായി രണ്ടാമത് എഴുതാൻ വരുന്നവർ വേണ്ടി 52 വരെ പോകും. അതിന് മുകളിലേക്ക് ശതമാനം പോകാറില്ല. കാരണം അത് ക്വാളിറ്റി ഓഫ് ഉദ്യോഗസ്ഥന്മാർ വളരെ കർശനമായി പരിശോധിച്ചിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് അഹങ്കാരമല്ലല്ലോ, അതൊരു നാടിന് നാളത്തേക്ക് ചെയ്യുന്നൊരു നന്മയാണ്. ഞാൻ അതിനൊരു ശില ഇട്ടിരിക്കുകയാണ്, ഒരു വിത്ത് പാകി. ഇനി അത് വളർന്ന് വലിയൊരു ബലവൃക്ഷമായി മാറുമ്പോൾ എല്ലാം സേഫാകും. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിന് മുമ്പ് അതിൻ്റെ നെഗറ്റീവ് സൈഡെല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ ഹരിച്ച് നോക്കി ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് ശരിയെന്ന് ദൈവം പറയുന്നുണ്ട്, ഇത് കൊള്ളാം എന്ന് ഐഡിയ തരുന്ന ദൈവമാണ്. ഒരു മെസ്സേജ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ മെസ്സേജിൽ വരുന്നതാണ് ഇതെല്ലാം. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പലതും കാണാം. സ്പീഡിൽ പോവും ആൾക്കാർ, സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ട്രാക്ക് യൂസ് ചെയ്യില്ല. പതുക്കെ പോകുന്നവരും ഈ റൈറ്റ് ട്രാക്കിൽ നിന്നിങ്ങനെ നമ്മൾ ബാക്കിൽ നിന്ന് എത്ര ഹോൺ അടിച്ചാലും അവർ മാറില്ല. ബേസിക് ആയിട്ടുള്ള റോഡ് നിയമങ്ങൾ മനസ്സിലാക്കാതെയാണ് പലരും ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ടുള്ള പലയിടത്തുനിന്നും ലൈസൻസ് എടുത്ത് വന്നിരിക്കുന്നത്. അപ്പം അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും അല്ലേ? ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ വലിയ പ്രയാസമാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കും. എടുത്തോ, പക്ഷേ ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ പരിശോധിക്കും, ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടെ പരിശോധിക്കും. ഇപ്പോൾ തമിഴ്നാട് ലൈസൻസ് ഒരു മലയാളി കൊണ്ടു നടക്കുന്നുണ്ടാൽ അയാളെ കൊണ്ട് ഒന്നുകൂടെ വണ്ടി ഓടിപ്പിച്ച് കൊടുക്കാൻ RTOമാർക്ക് നിർദ്ദേശം കൊടുത്തു, ഒന്നുകൂടെ വണ്ടി ഓടിപ്പിച്ച് നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ആ പണിയൊന്നും നടക്കത്തില്ല. പിന്നെ എല്ലാവരും പോയി തമിഴ്നാട്ടിൽ എടുത്തുകൊണ്ട് വരട്ടെ. കർണാടകത്തിലും തമിഴ്നാട്ടിലും ചുമ്മാ ലൈസൻസ് കൊടുക്കുന്നതാണ്. അപ്പം എന്നാൽ എടുത്തിട്ട് ഞാൻ തമിഴ്നാട് മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ ഇതിൽ ഇടപെടണം, അങ്ങനെ ലൈസൻസ് കൊടുക്കരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്കാം എന്ന് പറഞ്ഞു. ചേട്ടൻ ഇങ്ങനെ ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കിയിട്ടാണ് ഓരോ തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് KSRTCയിലൂടെ വന്നിരിക്കുന്നത്? നമ്മുടെ ബസ്സിൽ തന്നെ, ഡബിൾ ഡക്കർ ബസ്സിലാണെങ്കിലും അതുപോലെ കുട്ടനാട് സഫാരി ആണെങ്കിലും പല കാര്യങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ എപ്പോഴെങ്കിലും തെറ്റിപ്പോയി എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അല്ല, തെറ്റിപ്പോകുന്നതൊക്കെ പറ്റും. ഞാൻ ഇപ്രാവശ്യം പക്ഷേ 60 പരിഷ്കാരങ്ങൾ 65 പരിഷ്കാരം കൊണ്ട് കൊണ്ടുവന്നു. അതെല്ലാം വിജയിച്ചു. ചിലത് പാളിപ്പോവും, ചിലത് നമ്മളതിനാ പക്ഷേ ആലോചിച്ച് പാളിപ്പോകും നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളത് ഒരുപാട് ചിന്തിക്കും. എന്നിട്ട് പലരോടും ഞാൻ ചോദിക്കും, അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാവും എന്നൊക്കെ ചോദിച്ചതിന് ശേഷമേ
ചെയ്യത്തുള്ളൂ. അത് പക്ക ആണെന്ന് കണ്ടാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്ത് നാണം കെടില്ല കഴിയുന്നത്. അപ്പോൾ നമുക്ക് അഭിമാന പ്രശ്നമൊന്നുമല്ലല്ലോ ഇത് നടപ്പില്ല. ഇപ്പം കുടിവെള്ളം കൊടുത്തു, കഴിഞ്ഞ KL-15 കുടിവെള്ളം ഇറക്കി, അത് ബസ്സിനകത്ത് കൊടുക്കുന്നു. അപ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു ആനുകൂല്യം അതിനകത്ത് കിട്ടും, ഒരു തുക കിട്ടും. ഒരു കുപ്പി കൊടുക്കുമ്പോൾ 2 രൂപ ഡ്രൈവർ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കിട്ടും. ഡ്രൈവർക്ക് എന്തിനാ കൊടുക്കുന്നു ചോദിക്കും, പക്ഷേ എന്നാലും ഡ്രൈവർ ഇതിൻ്റെ പാർട്ടാണ്. KSRTCക്ക് ഇച്ചിരി ലാഭം കുറഞ്ഞാലും ഈ സാധനം ജനങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം വളരെ അത്യാവശ്യം. നല്ല ചൂടാണ് ഇപ്പം. മാത്രമല്ല 14 രൂപയ്ക്കാണ് റെയിൽവേ കൊടുക്കുന്നത്, ഞങ്ങൾ 13 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഇപ്പം യാത്രക്കാരുടെ ആവശ്യം എന്തെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ പരകായ പ്രവേശമാണ്. ഞാനൊരു യാത്രക്കാരനായി മാറുകയും എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് വിജയിക്കുന്നത്. ഞാൻ ഒരു ദിവസം ഒരു ബാംഗ്ലൂരിലേക്ക് പോകുന്നൊരു യാത്രക്കാരനായിട്ട് മാറും. അവിടെ തരുന്ന ബ്ലാങ്കറ്റ് നല്ലതാണോ, അത് നനച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഞാൻ നനച്ചിട്ടില്ലെങ്കിൽ പുതയ്ക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരാൾക്കും അതേ വികാരം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊക്കെ സ്ട്രിക്റ്റ് ആവും. എപ്പോഴും വേറൊരാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് എൻ്റെ എല്ലാ തീരുമാനവും. പരകായ പ്രവേശമാണ്. അതുപോലെ ഭയങ്കര ഒബ്സർവിങ്ങുമാണ്. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ, ഏതോ കാലത്ത് നമ്മൾ കണ്ട ഉർവശി എന്നുള്ള പാട്ടിൽ നിന്നും ആ സിനിമയിൽ കണ്ട ആ ഒരു റോയൽ വ്യൂ, അതാണ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെ ചേട്ടൻ മൂന്നാറിൽ ഇംപ്ലിമെന്റ് ചെയ്തതുമൊക്കെ. അപ്പോൾ പലതും വെറുതെ ഇരുന്ന് കാണുകയല്ല, എല്ലാത്തിൽ നിന്നും എന്തൊക്കെ നല്ലത് എടുക്കാൻ പറ്റുമോ അങ്ങനെയും കൂടെ ഭയങ്കര ഒബ്സർവിങ്ങും ആണല്ലേ. ഞാൻ 95 കാലഘട്ടങ്ങളിൽ അച്ഛൻ മന്ത്രിയായിരിക്കും. അച്ഛൻ്റെ കൂടെ ഞാൻ ഒരു വിദേശയാത്ര നടത്തി. അപ്പം ഞാൻ അച്ഛനോട് പറയാം, അവിടെ എയർ കണ്ടീഷൻ വണ്ടികളൊക്കെ ഉണ്ട്, ഇതുപോലത്തെ വലിയ വണ്ടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ നമ്മൾ ലണ്ടനിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അച്ഛനോട്, അച്ഛാ ഇതുപോലത്തെ വണ്ടി നമുക്ക് വാങ്ങിക്കണം കേരളത്തിൽ. അപ്പോൾ അച്ഛൻ ഇനി മന്ത്രിയാകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന്. അച്ഛൻ പറഞ്ഞാൽ അത് പറ്റത്തില്ലടാ, ട്രാൻസ്പോർട്ടിൽ ലൈലൻറ്റും ടാറ്റയും മാത്രമേ വാങ്ങിക്കാവൂ, വേറെ വണ്ടിയൊന്നും വാങ്ങിക്കാനൊക്കത്തില്ല എന്ന്. പക്ഷേ 2001 എനിക്ക് മന്ത്രിയാവാനൊരു അവസരം കിട്ടി. അപ്പോഴാണ് ഇന്ത്യയിൽ വോൾവോ ബസ് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വോൾവോ ബസ് വാങ്ങിച്ചത് ഞാനാണ്. അപ്പം ഞാനന്ന് അച്ഛനോട് പറഞ്ഞ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നെങ്കിലും എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ചെയ്തു. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഇപ്പൊ KSRTCയിലും എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുട്ടനാടൻ സഫാരി എന്ന് പറയുന്നത് അതൊരു മോഷണമാണ്, അത് തുറന്നു പറയാം. ഞാൻ പറഞ്ഞില്ല, ദുബായിലെ ഡെസേർട്ട് സഫാരി തന്നെയാണ് ഈ സാധനം. ഡെസേർട്ട് സഫാരിയിലെ മരുഭൂമി, ഇതിൽ കായൽ, അതിൽ ലാൻഡ് ക്രൂയിസർ, ഇത് ബോട്ട്. അവിടെ ബെല്ലി ഡാൻസ് കാണിക്കുന്നു, ഇവിടെ നാടൻ ഡാൻസ് കാണിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. അവര് പിന്നെ ഷവർമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നു, ചുട്ട കോഴിയെ കൊടുക്കുന്നു. നമ്മൾ നാടൻ കരിമീനും ചോറും നാടൻ, അവരും പിന്നെ ഫോറിൻ ലിക്കർ കൊടുക്കുന്നു, നമ്മൾ നാടൻ കള്ള് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഈ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ലാലേട്ടനെ കൂടെ ഒന്ന് KSRTCയുടെ പ്രൊമോഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അറിയാതെ, ചേട്ടൻ പറയാതെ തന്നെ അറിയാം, ചേട്ടനും ലാലേട്ടനും തമ്മിലുള്ള ബന്ധം എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്, അച്ഛൻ ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ്. മാത്രമല്ല പത്തനാപുരത്ത് ഓരോ തവണ ഇലക്ഷൻ്റെ സമയത്തും ചേട്ടൻ വിളിക്കുക പോലും ചെയ്യാതെയാണ് ലാലേട്ടൻ എപ്പോഴും ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരാറുള്ളത് അല്ലേ. ആ ഒരു ബന്ധം ഇപ്പോൾ ഇത് വന്നപ്പം, ഇത് ലാലേട്ടൻ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഇതിൽ അഭിനയിച്ചതെന്ന് ആണോ? അത് സത്യമാണോ? ഒരു പൈസയും വാങ്ങിച്ചില്ല. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പ്രിയദർശനം ഒരു പൈസയും വാങ്ങിച്ചില്ല. പിന്നെ അത് ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടി ആന്റണി പെരുമ്പാവൂരിനെ ഏൽപ്പിച്ചു. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം CMDയോട് പറഞ്ഞു, അവർക്ക് പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. സാർ ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. ലാൽ സാർ പറഞ്ഞിട്ട് ചെയ്തതാണോ ഒന്നും പറയുന്നില്ല. കാരണം അവരുടെ മിഷനറി മൊത്തം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെയും ബില്ലെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ? മോശമല്ലേ? ഞാനത് കൊടുക്കാൻ പറഞ്ഞ് MD പല പ്രാവശ്യം ആന്റണി പെരുമ്പാവൂരിനെ വിളിക്കും, പറയാം എന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ്. അപ്പോൾ അത്രത്തോളം അദ്ദേഹം അതിനകത്ത് താല്പര്യം കാണിച്ചു എന്നുള്ളതാണ്. ഞാനൊരു ദിവസം ഇങ്ങനെ ഷൂട്ടിങ്ങിൽ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ എടുക്കുകയായിരുന്നു, തുടക്കം എന്ന സിനിമയുടെ. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഇത് നമ്മളെ KSRTC ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വരും, ഒരു ആഗ്രഹം എനിക്കെന്ന് പറഞ്ഞു. മോനെ ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ പൈസ കൊടുത്തിട്ടുള്ളതാണ്, നമുക്ക് ഒരു കാര്യം ഗുഡ് വിൽ അംബാസഡർ ആവാം, അപ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ, പൈസയൊന്നും വാങ്ങിക്കാതെ മതി എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ആഡ് ഷൂട്ട് ചെയ്യാൻ തന്നെ അദ്ദേഹം അവിടെ 6 മണിക്ക് വന്നു, 5:30 മണിക്ക് പ്രിയദർശൻ എത്തി. KSRTC CMD അവിടെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു 2-3 ദിവസം. അപ്പോൾ എന്നോട് പറയായിരുന്നു, അദ്ദേഹം 6 മണിക്ക് വന്നു, 10 മണിക്കുമ്പോൾ ആഡ് തീർത്ത് പോയി, അടുത്ത ഷൂട്ടിങ്ങിന് പോയി. നമ്മൾ തൊടുപുഴ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തത്, അദ്ദേഹം അവിടെ ഷൂട്ടിങ് നടക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാ ലൈറ്റും ക്യാമറയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ചെയ്തു തന്നാണ്. അത്ര കൂടി ചെയ്തു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ എപ്പോഴും MDയോട് പറയുമ്പോൾ ചോദിക്കണം, അവരെ ചിലവായത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. കാരണം ഈ വർക്ക് ചെയ്യുന്നവരുടെ കൂലിയൊക്കെ ആണല്ലോ, അത് കൊടുക്കണ്ടേ. അപ്പോൾ അത് ചോദിക്കുമ്പോഴും ആന്റണി പെരുമ്പാവൂർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാം എന്നാണ് പറയുന്നത്. ലാൽ സാർ പറഞ്ഞിട്ട് ചെയ്തതല്ലേ, ഗണേശേട്ടന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെ. നമ്മുടെ മര്യാദയാണല്ലോ നമ്മൾ. അദ്ദേഹം പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല, പ്രിയദർശൻ പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല, അദ്ദേഹത്തിന് കൂടുതൽ ആരും പേയ്മെൻറ്റ് വാങ്ങിച്ചില്ല, പ്രിയദർശൻ്റെ സഹായികൾ ആരും വാങ്ങിച്ചില്ല. എല്ലാവരും KSRTCയോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹം.
അതെ, തീർച്ചയായിട്ടും. ഇത്ര അധികം ആൾക്കാർ സ്നേഹിക്കാൻ കൂടെയായിട്ട് പൊളിറ്റിക്കൽ സൈഡിലും സിനിമാ സൈഡിലും ഉണ്ട്. ശരിക്കും ഇവരൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും ചേട്ടന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആദ്യം വിളിക്കുന്നത് സുഹൃത്തെന്ന് പറയുന്നത് അതാരായിരിക്കും? എൻ്റെ ഏത് വിഷമത്തിന് ആദ്യം വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ബാലോപാലാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മെമ്പറായിരിക്കുന്ന ബാലോപാൽ എന്നെ വിളിക്കും. പിന്നെ ലാലേട്ടൻ എവിടെന്നെങ്കിലും വിളിക്കും. ആൻ്റണി പെരുമ്പാവൂർ വിളിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വാർത്ത കണ്ടാൽ പോലും ലാലേട്ടൻ വിളിച്ചിട്ട് മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു വാട്സാപ്പ് മെസ്സേജെങ്കിലും അയക്കും. അങ്ങനെ ഒരു സ്നേഹമുണ്ട് എൻ്റെ അടുത്ത്, ഒരു കരുതലുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഞാൻ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. ഈ രാഷ്ട്രീയം വെച്ചിട്ടല്ല, സ്നേഹം എനിക്ക് വളരെ വലിയൊരു വീക്ക്നെസ്സാണ്. ഞാൻ സ്നേഹിക്കും. ഈ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് എൻ്റെ ബന്ധം എന്താണ്? പത്തനാപുരത്തുകാരുടെ ബന്ധം എന്ന് വെച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെന്നെ സ്നേഹിക്കുന്നു. ഇതൊരു ബോണ്ടിങ്ങാണ്. ഇതൊരു പൊളിറ്റിക്സ് അല്ല, ഇത് ജാതിയല്ല, ഇത് മതമല്ല. എൻ്റെ മുമ്പിൽ വന്ന ഒരാളോട് നിങ്ങളുടെ ജാതി എന്തെന്ന് ഞാൻ ചോദിച്ചില്ല, നിങ്ങളുടെ പാർട്ടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പത്തനാപുരത്തെ ജനങ്ങളുമായിട്ടുള്ള ഹൃദയപരമായ ബോണ്ടിങ്ങാണ്. എൻ്റെ അടുത്ത് വരാനോ സംസാരിക്കാനോ എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാനോ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു മടിയില്ല. ഇന്നലെ ഞാനൊരു ബസ് ഉദ്ഘാടനം ചെയ്തു. ആ ബസ് ഉദ്ഘാടനം ചെയ്ത് ചെല്ലുമ്പോൾ ബസ് ഞാൻ ഓടി ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇറങ്ങി നിൽക്കുകയാണ്. ഒരു ജംഗ്ഷൻ ചെല്ലുമ്പോൾ 10, 50, 100, 150 സ്ത്രീകൾ വന്നിരിക്കണം. അവരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ കൂടപ്പിറപ്പ് വന്ന സന്തോഷമാണ്, അല്ലെങ്കിൽ അവരുടെ മകൻ വന്ന സന്തോഷമാണ്. അത്രത്തോളം സ്നേഹത്തോടെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അവർ ആ ഒരു ഫ്രീ ആയിട്ട് പറയുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം അവർക്കറിയാൻ പറഞ്ഞാൽ ചെയ്തു തരുമെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് വേണം, അവിടെ ഇല്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല, അങ്ങോട്ടൊന്ന് വിളിച്ച് പറയണം, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ നിർദ്ദേശങ്ങൾ തരാൻ. അപ്പം ഞാൻ അപ്പം തന്നെ സാധിച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന ഏതൊരാൾ വന്നാലും, പരിചയമില്ലാത്ത ഒരാൾ വരികയാണ് എൻ്റെ അടുത്ത് വന്ന്. ഇന്ന് രാവിലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, ഒരു KSRTCയിൽ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ്. അത് പറഞ്ഞു, സാർ പരിചയപ്പെടുത്താൻ ആരുമില്ല. ആ കുട്ടി പറഞ്ഞ വാക്കാണ്, ശുപാർശ ചെയ്യാൻ ആരുമില്ല, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, സാറൊന്ന് പരിഹരിച്ചു. ഞാൻ അപ്പം തന്നെ മാനേജിങ് ഡയറക്ടറെ വിളിച്ച് അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. കാരണം ആ കുട്ടി പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പരിചയപ്പെടുത്താൻ ആരുമില്ല, ശുപാർശ ചെയ്യാൻ ആരുമില്ല. ഞാൻ സാറിനെ കണ്ടു ഇരിഞ്ഞാലക്കുടയിൽ വെച്ച്. അപ്പോൾ സാറിന് പറഞ്ഞാൽ സാർ കേൾക്കുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റില്ലേ, പരിചയപ്പെടുത്താൻ ആളില്ല, ശുപാർശയ്ക്കാണ്. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ജീവിക്കണ്ടേ ഈ ലോകത്ത്? അപ്പോൾ അതിന് പ്രത്യേക പരിഗണന, ആ വാക്കിനാണ് പ്രത്യേക പരിഗണന. അതൊരു നല്ലൊരു വാക്കാണ്. ഒരു കുട്ടിക്ക് പിന്നെ ഒരു മന്ത്രിയോട് പറയാൻ ഇതിൽ പരം പറ്റിയ വാക്കെന്താ? പരിചയപ്പെടുത്താൻ ആരുമില്ല, പിന്നെ സ്വാധീനം ചെലുത്താൻ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ സഹായിക്കണം. കാരണം അവരെ സഹായിക്കാൻ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം തന്നെ ചെയ്യാൻ പറഞ്ഞു. കാരണം അവർക്ക് ആരുമില്ല, അപ്പൊ അവരെ ഞാനല്ലേ സഹായിക്കേണ്ടത്. കുട്ടി എത്തിയതും കറക്റ്റ് സമയത്താണ്. എൻ്റെ അടുത്ത് മുഖത്തോക്ക് ഇത്രേ പറഞ്ഞുള്ളൂ, ആദ്യമായി സാർ പരിചയപ്പെടുത്താൻ ആരുമില്ല. അതുപോലെ ആരുമില്ലാത്ത നമ്മൾ അത് ആരൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയും, കുഞ്ഞുങ്ങളെയും ക്ഷണിക്കുന്നു, വന്നോ. കുട്ടികൾ വന്ന് പറയുമല്ലോ, ഞങ്ങൾ അവിടെ റോഡ് ചെയ്ത് തരണം, അവിടെ ലൈറ്റ് വെച്ച് തരണം എന്നൊക്കെ. കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എൻ്റെ വീട്ടിൽ കയറി പറഞ്ഞിട്ട് പോകും പലപ്പോഴും, പണ്ട് തൊട്ടേ. അവരിൽ പലരും ഇപ്പോൾ വലിയ കുട്ടികളായി. അതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം ഞാൻ സ്നേഹം വളരെ നല്ലൊരു, ഞാൻ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ല. VD സതീശൻ ഞാനുമായിട്ടൊക്കെ ഭയങ്കര സൗഹൃദവും സ്നേഹമുള്ള ആളാണ്. ഞാൻ സതീശനെ ഒത്തിരി ഒരു ബ്രദറിനെ പോലെ സ്നേഹിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. അത് വേറെ. ഷംസീർ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. സതീശനെ ഞാൻ ഒരുമിച്ച് നിയമസഭയിൽ വന്നതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ഒരു നല്ല രാഷ്ട്രീയമല്ല പറയുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സ്വകാര്യ വിഷയങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറയുന്ന ഒരു ബന്ധമുണ്ട്. അതൊന്നും അങ്ങനെ മാറുന്നതല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.